അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വെനിസ്വേലയിൽ നടന്ന ആ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഒരു താത്വിക അവലോകനം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരിയായ പിങ്ക് യൂണിക്കോൺ, എണ്ണം പറഞ്ഞ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും ജനിച്ചു വന്ന, അതിനുശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് മതം ഉപേക്ഷിച്ച ഒരാളെന്ന നിലയ്ക്ക് കമ്മ്യൂണിസത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പറയാൻ സാധിക്കുന്ന ആൾ കൂടിയാണ് നമ്മുടെ സ്വന്തം പിങ്ക് യൂണിക്കോൺ. അപ്പോൾ പിങ്ക് യൂണിക്കോൺ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമസ്കാരം, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. യെസ്, എന്താണ് തുടക്കത്തിൽ പറയാനുള്ളത്? നമസ്കാരം. ലാൽ സലാം ആരിഫ്. ലാൽ സലാം. ഓക്കെ. അപ്പൊ രാവിലെ എങ്ങനെ ചായയും പരിപ്പോടെയൊക്കെ കഴിച്ചിട്ടല്ലേ വരുന്ന? ക്ഷീണമൊന്നുമില്ലല്ലോ? പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അതൊക്കെ കഴിച്ചു. ഓക്കെ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിക്കാം അല്ലേ? അതെ. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ലൈവ് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, കോയ സുഹൃത്തുക്കളൊക്കെ ലൈവ് ജോയിൻ ചെയ്യണം എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ഷണിക്കുന്നത് നമ്മുടെ സോഷ്യലിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് സുഹൃത്തുക്കളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. അവർ ഈ പരിസരത്തുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലുള്ള കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അവിടെ നിങ്ങൾ കുരുപൊട്ടിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ കാണുകയാണെങ്കിൽ ഉത്തരം പറയാം ശ്രമിക്കാം. ഓക്കെ. അപ്പം അടുത്ത ബെല്ലോടുകൂടി നമ്മുടെ നാടകം ആരംഭിക്കുന്നു. നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ചെറിയൊരു തിരുത്തൽ, നിങ്ങൾ എന്നെ പാപ്പരാക്കി. അതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത് അല്ല ആരിഫ്? നിങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? ആരാണ്, ആരൊക്കെയാണ്? നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായാലും അമേരിക്ക ആയിരിക്കുമല്ലോ അല്ലേ? അതെ അതെ, അമേരിക്ക ആവണം, അമേരിക്ക ആയാലേ ഉള്ളൂ കണക്കുകളൊക്കെ ശരിയാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, അമേരിക്കയാണോ മറ്റാരെങ്കിലും ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ അജണ്ട. അപ്പം നമ്മൾ വെനിസ്വേലയെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ റിച്ചസ്റ്റ് നേഷൻസ് ഇൻ ദ വേൾഡ് ആയിരുന്നു ഒരു സമയത്ത് വെനിസ്വേല. ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു വെനിസ്വേല. അങ്ങനെയുള്ള വെനിസ്വേലയിലുള്ള ആളുകൾ എങ്ങനെ ദരിദ്രരായി, എങ്ങനെ അവർ ഗാർബേജിൽ നിന്നും ഭക്ഷണം തിരഞ്ഞ് എടുത്ത് കഴിക്കേണ്ടി വന്ന ഒരു സ്ഥിതി അവർക്ക് എങ്ങനെ ഉണ്ടായി എന്ന കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം അതൊരു വല്ലാത്തൊരു കഥയാണെന്ന് ബാബു രാമേന്ദ്രൻ പറയും. കോപ്പറേറ്റ് കിട്ടുമോ? വല്ലാത്ത കഥയാണ്, അങ്ങനെ പറയും. പറയാൻ പറ്റില്ല, കോപ്പറേറ്റ് പല വഴിക്കട്ടെ വരുന്നേ. സോറി, വല്ലാത്ത കഥയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ശരിയല്ലേ? അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് വെനിസ്വേലയ്ക്ക് എന്ത് സംഭവിച്ചു, വെനിസ്വേല എങ്ങനെ ആയി, വെനിസ്വേലയിൽ എങ്ങനെ അതോറിറ്റേറിയനിസം, ഒരു ഡിക്റ്റേറ്റർ എങ്ങനെ വെനിസ്വേലയിൽ വളർന്നു വന്നു, ആ ഡിക്റ്റേറ്റർ എങ്ങനെ പിന്നെ ക്രിമിനലും കൂടിയായി, പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടതുപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു, അതിൽ നമുക്ക് എന്താണ് പറയാനുള്ളത്, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പിടിച്ചിരിക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഓക്കെ. ഒരു കാര്യം, ഇത് ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ശ്രദ്ധപ്പെട്ടിരുന്നു. ഈ വെനിസ്വേലയിലെ വിഷയം വന്നിട്ട് എസൻസിൻ്റെ ആൾക്കാർ അതിനെക്കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല. പ്രവീൺ രവി പറഞ്ഞില്ല, രവീന്ദ്രൻ പറഞ്ഞില്ല, ആരിഫ് ഹുസൈൻ പറഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നു, ഇതിന് മുന്നേ എഴുതിയതാണ്, നിങ്ങൾ കാണാത്തത് നമ്മുടെ പ്രശ്നമില്ല, ഇതിപ്പോൾ വീണ്ടും നമ്മൾ പറയുക. ഇവർക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവർക്ക് അവരുടെ ഭാഗം പറയാൻ വേണ്ടി ആരും പറഞ്ഞില്ല എന്നങ്ങ് പറയാന്നുള്ളതാണല്ലോ. ഇവർ നമ്മൾ പറഞ്ഞ എന്താണെന്ന് കേൾക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആ ആളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആളുടെ പേര് ഞാൻ മറന്നു, ആരായാലും വീണ്ടും പറയാണ്. ഇന്ന് നമ്മളോടൊപ്പം പിങ്ക് യൂണിക്കോണും കൂടി പറയാണ്. യെസ്, അതെ, രവിചന്ദ്രൻ സി ആണ് വെനിസ്വേല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തതെന്നും കൂടി ഞാൻ പറയുകയാണ്. 3-4 വീഡിയോ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്, പ്രവീൺ രവിയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ തുടങ്ങുന്നത് ഒരു 1920 അങ്ങോട്ട് തുടങ്ങാമായിരിക്കാം. നല്ല തീരുള്ളൂ. അപ്പോൾ 1920 ഓക്കെ, 1920 നമ്മൾ കഥ തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസങ്ങൾ വെനിസ്വേലയിൽ നടക്കുന്നത്. വെനിസ്വേല തുടക്കത്തിൽ ഒരു കാർഷിക ബേസ്ഡ് ഇക്കോണമി ആയിരുന്നു. കൊക്കോ, കോഫി മുതലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവർ കയറ്റുമതി ചെയ്ത് ധനികരല്ലാത്ത ഒരു ജനതയായിരുന്നു വെനിസ്വേലയിൽ ഉണ്ടായിരുന്നത്. അവരങ്ങനെ തട്ടിയും മുട്ടിയും ജീവിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. പക്ഷേ 20കളിലാണ് അവിടുത്തെ ഭയങ്കരമായിട്ട് എണ്ണ ശേഖരങ്ങൾ കണ്ടെത്തുന്നത്, ഒരുപാട് ഓയിൽ വെൽസ് ഡിസ്കവർ ആവുന്നത്. 28ഓടുകൂടി അത് ഭയങ്കരമായിട്ട് പ്രോളിഫറേറ്റും ചെയ്യുന്നുണ്ട്. ഇവർ പ്രോളിഫറേറ്റ് അല്ലേ? പ്രോളിഫറേറ്റ്
അങ്ങനെ പറയും. ഓക്കെ. അമേരിക്കയിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊന്നും പറയരുത്. നാറ്റിക്കരുത് ആരിഫോ, താണത് ഫുൾ ഫ്ലോ ബോയ്. സോറി, എവിടെയായിരുന്നു? മോഡം കണ്ടാൽ നമ്മൾ ഇടപെടും, അതാണ്. വലിയൊരു സായിപ്പ് വന്നിരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും തെറ്റിക്കല്ലോ, അപ്പം ഞാൻ പിടിക്കാം. ഓക്കെ. അപ്പം 20കളിലാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള ഓയിൽ വെൽസ് ഒക്കെ കണ്ടെത്തുന്നത്. പക്ഷേ വെനസ്വേലയിലുള്ള എണ്ണയ്ക്കൊരു പ്രത്യേകത മറ്റ് സ്ഥലങ്ങളിലുള്ള ഇതിനും അപേക്ഷിച്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ എണ്ണ കുറച്ചുകൂടി ക്രൂഡായിരുന്നു, ലൈറ്റ് ആയിരുന്നില്ല. അപ്പോൾ അവർക്ക് ഈ എണ്ണ കിട്ടി, പക്ഷേ അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് വെനസ്വേലയ്ക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം അവർക്കത് പരിചയമില്ലല്ലോ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഉണ്ടായിരുന്നില്ല, അതിനുള്ള എക്സ്പെർട്ടീസ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, വെസ്റ്റേൺ ഓയിൽ കമ്പനീസിനെ, ഓക്കെ, അവർ വെനസ്വേലൻ ഗവൺമെൻറ് വെസ്റ്റേൺ ഓയിൽ കമ്പനീസിനെ ക്ഷണിച്ചു വരുത്തി. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അവർ വിളിച്ചിട്ടാണ് അവർ ക്ഷണിച്ചു, അല്ലാതെ മണത്തറിഞ്ഞ് വന്ന് പിടിച്ചടക്കിയതല്ല. അല്ല, അവർ കരാറുകൾ ഒപ്പിട്ടു. എന്നിട്ട് അവർ ഇത്ര ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ബിൽഡ് ചെയ്യും, ഇത്ര റോയൽറ്റി വെനസ്വേലയ്ക്ക് കൊടുക്കും എന്നതൊക്കെ കരാർ മുഖേന തീരുമാനിച്ചു. എന്നിട്ട് ഈ ഷെല്ല് അതുപോലുള്ള കമ്പനികളാണ്, എക്സോൺ, ഇവരൊക്കെയാണ് പിന്നീട് വെനസ്വേലൻ്റെ ആ ഒരു ഓയിൽ ഇൻഡസ്ട്രീനെ ഷേപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര എന്താണ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ഈ അവസരത്തിൽ. ഓക്കെ, ഇവരൊക്കെ ബൂർഷാസി ഓളിഗാർക്സ് ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ദ റോൾ ദേ പ്ലേഡ് ഇൻ ഷേപ്പിംഗ് വെനസ്വേല ആസ് എ പെട്രോ സ്റ്റേറ്റ് കനോട്ട് ബി ഇഗ്നോർഡ് എന്ന് മാത്രമേ ഞാൻ പറയുകയാണ് ഈ സമയത്ത്. ഓക്കെ, അപ്പോൾ അതാണ് 20കളിൽ സംഭവിക്കുന്നത്. അതോടുകൂടി സംഭവിക്കുന്നതാണ് ഈ വെനസ്വേല ഒരു റെന്റിയർ സ്റ്റേറ്റ് ആയിട്ട് മാറാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വെനസ്വേലൻ്റെ ഇക്കോണമി നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം. ഓക്കെ, വെനസ്വേലൻ്റെ ഇക്കോണമി ഈ സമയത്ത് മൊത്തമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഓയിൽ വെൽസ് കണ്ടെത്തിയതിന് ശേഷം പിന്നെ മൊത്തമായിട്ടും അവരുടെ ഇൻകം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഓയിൽ കമ്പനീസിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് അഥവാ റോയൽറ്റിയിൽ നിന്നും മാത്രമായിട്ട് ചുരുങ്ങുകയാണ് വെനസ്വേലൻ്റെ ഇക്കോണമി. ഈ ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമായിട്ട്, ഓർ മേ ബി വി ക്യാൻ സേ മോസ്റ്റ് ഓഫ് ദ ഇൻകം ഇതിൽ നിന്നായിട്ട് അവർ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ ഓയിൽ റെൻറ്റ്സ് ആവുകയാണ്. അതോടുകൂടി അവർ മുന്നേ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഡൊമസ്റ്റിക്, അതായത് ക്രോപ്സ് ആവട്ടെ, അഗ്രികൾച്ചർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിലൊക്കെയുള്ള ശ്രദ്ധ അവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയും, ഇന്നോവേഷൻ ഒന്നും പറയേ വേണ്ട, അവർ ഇതുമായിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ചു. ഓയിൽ ഉണ്ട്, നമുക്ക് കാലാകാലം ഓയിൽ ഉണ്ടാവും എന്നുള്ളൊരു കോംപ്ലസൻസിയിൽ അവർ ജീവിക്കാൻ തുടങ്ങി. അതോടുകൂടി വന്ന ഒരു മാറ്റമാണ് അവർ അവരുടെ സിറ്റിസൺസിനെ ടാക്സ് ചെയ്യുന്നതും ഒഴിവാക്കി. നോ ടാക്സസ്, അടിപൊളി ജീവിതം, ഓക്കെ, എല്ലാവരും ഹാപ്പി. ഓക്കെ, അങ്ങനെയുള്ളൊരു എക്കോണമി ആയിട്ട് മാറുകയാണ്. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗരന്മാർക്ക് രാജ്യവുമായിട്ടുള്ള ആ ഒരു ബാർഗെയിനിങ് പവർ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ വിചാരിക്കും നമ്മൾ ടാക്സ് ഒക്കെ ഒഴിവാക്കിയാൽ നല്ല ലൈഫായിരിക്കും, കുറേ പൈസ നമ്മുടെ കയ്യിലുണ്ടാവും. അങ്ങനെയല്ലത്. നമ്മൾ ടാക്സ് കൊടുക്കുമ്പോഴാണ് നമ്മളും കൂടെ അക്കൗണ്ടബിൾ ആവുന്നത്. ലൈക്ക് ഹൗ വി ആർ ഗവേൺഡ് ഉള്ളതിൻ്റെ ആ ഒരു സേ നമുക്ക് കിട്ടണമെങ്കിൽ വി ഷുഡ് ഓൾസോ ബി പാർട്ട് ഓഫ് ദ എക്കോണമി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ജോലി ചെയ്യണം, നമ്മൾ ജോലി എന്നുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗം ടാക്സ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭരണകർത്താക്കളുടെ മേൽ ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ളൊരു ടൂളാണ് ടാക്സസ്. അപ്പോൾ അത് നഷ്ടപ്പെടുന്നതോടു കൂടി പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഗവൺമെൻറ് അവരോട് പറയും, എന്ത്, ഞങ്ങൾ കിറ്റ് തരും, അത് നക്കിപ്പോയിക്കോ, ഓക്കെ, യു വാണ്ട് അവർ മണി, യു ലിസൺ ടു അസ് എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരികയാണ് ഇവരുടെ എക്കോണമിയും മൊത്തത്തിലുള്ള ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ റെന്റിയർ ഇക്കോണമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ജസ്റ്റ് ഒരു ചിത്രമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസീവായിട്ടുള്ള ഇൻകം വരികയാണ് സ്റ്റേറ്റിലേക്ക് ഈ പുറത്തു നിന്നും, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഓയിൽ. എന്നിട്ട് ആ കിട്ടുന്ന പൈസ മുഴുവനും വെനസ്വേലൻ ഗവൺമെൻറ് ആളുകളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, എല്ലാം സബ്സിഡൈസ് ചെയ്യാണ്. അപ്പം പിന്നെ സിറ്റിസൺസ് എന്ത് സംഭവിക്കുന്നു, സിറ്റിസൺസ് ജസ്റ്റ് ഒരു ക്ലയൻറ്റ് പോലെ, ഗവൺമെൻറ് ഞങ്ങളെ നോക്കിക്കോളൂ, ഞങ്ങൾക്കൊന്നും അറിയണ്ട എന്നുള്ളൊരു രീതിയിൽ ഒരു ജീവിതം. അപ്പം അതോടുകൂടി ആ ഒരു അക്കൗണ്ടബിലിറ്റി മൊത്തമായിട്ട് നഷ്ടപ്പെടുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിനെ തളർത്തുന്ന ഒരു പ്രക്രിയയായിട്ട് മാറുകയാണ്. ഇവിടെയാണ് നിങ്ങൾ ആലോചിക്കുക, ഇവിടെയാണ് ഈ ഒരു മോഡലാണ് വെനസ്വേലയുടെ തകർച്ചയുടെ തുടക്കം. അവർ എപ്പോൾ ഈ മോഡൽ അഡോപ്റ്റ് ചെയ്തോ അതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം കുറച്ചുകൂടി കഴിഞ്ഞാൽ, ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ ഫെയിലിയർ ഓഫ് വെനസ്വേല ആസ് എ സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ അതിൻ്റെ കുറച്ചും കൂടി ഇഫക്ട്സ് ആണിത്. സ്ലൈഡ് ഓയിൽ
ഇവരുടെ ഭയങ്കരമായിട്ട് ഇവർക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ആ സമയത്ത്. അതോടുകൂടി അവരുടെ കറൻസി ഓവർ വാല്യൂഡ് ആയിരുന്നു. അപ്പം അവർ വിചാരിക്കുന്നത് എല്ലാ കാലത്തും അവരുടെ കറൻസി ഇതേ ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ അഗ്രികൾച്ചറും മറ്റ് ഇൻഡസ്ട്രീസും കൊളാപ്സ് ചെയ്യുന്നു. ബാക്കി ഇന്റേണലി അവർക്ക് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളുടെ വില കൂടുകയും ചെയ്യുന്നു. അത് ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കുക, എല്ലാ സാധനങ്ങളും അവർക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ചീപ്പായിട്ട് വരിക. പുറത്തുനിന്ന് അവർക്ക് പൈസ കിട്ടുന്നു, അവർ ഇവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും അവർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ മൊത്തം സ്റ്റേറ്റ് കൺട്രോൾ ത്രൂ ഓയിൽ. ദാറ്റ് വാസ് ദ ഇക്കോണമി ഓഫ് വെനസ്വേല. അതാണ് ഈ റെന്റിയർ എക്കോണമി. ഇതിനൊരു പേരുണ്ട് ആക്ച്വലി, ഡച്ച് ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത്. 60കളിൽ ഇതേ സംഭവം നെതർലാൻഡ്സിലും സംഭവിക്കുന്നുണ്ട് അല്ലേ? ആ സമയത്താണ് ഇതിന് പേരങ്ങനെ വരുന്നത്. പക്ഷേ ഇത് 60കളിലാണ് സംഭവിക്കുന്നത്. പക്ഷേ എന്നിട്ടാണ് ഈ പേരൊക്കെ വരുന്നത്. പക്ഷെ ഇതിൻ്റെ എത്രയോ മുന്നേ 20കളിൽ തന്നെ വെനസ്വേലയിൽ ഈ ഡച്ച് ഡിസീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ എക്കോണമി തകർന്നപ്പോൾ അതിനവരിട്ട പേരായിരുന്നു ഡച്ച് ഡിസീസ്. അവരും ഈ ഓയിലിൻ്റെ മുകളിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ഈ പേര് വരുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാമല്ലോ. ആരും പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നമ്മളിപ്പോൾ അമേരിക്ക അവിടെ വന്ന് ചെയ്ത പണി ശരിയോ തെറ്റോ എന്ന് പറയുന്ന അതിലതങ്ങ് പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ ഇതൊക്കെ പറയണമെന്നുള്ളൊരു ചോദ്യം വരും. എന്തിനപ്പോൾ ഇതൊക്കെ പറയണത്? ഇതിങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണം എന്തിനാ? ശരി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ശരി. അതിനെന്തിനപ്പോൾ ഇപ്പം ഇത് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മൾ ഇന്നസെൻ്റ് ചോദിച്ച മാതിരി ഇപ്പോഴല്ലാതെ ഞാൻ പിന്നെ എപ്പോഴാ പറയാ? പിന്നെ എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ളത് പറയണ്ടേ? അതെ, എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ളത് പറയാതെ പിന്നെ എങ്ങനെ? ഒന്നത്. രണ്ട്, ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അമേരിക്ക ചെയ്തത് ശരി തെറ്റെന്നുള്ളതിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ നടക്കുന്ന എന്താണ്? മദൂറോ ഒരു ഹീറോ ആടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അതല്ല എന്ന് പറഞ്ഞ ഒരു ബാധ്യതയും കൂടി ഇവിടെ വരികയാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? അമേരിക്ക ചെയ്തത് തെറ്റ് എന്ന് നമ്മളും പറയുന്നു, നിങ്ങളും പറയുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം കൂടി പറയാണ്, മദൂറോ മഹാനാണെന്ന്. അത് നമ്മൾ പറയില്ല. മദൂറോ എത്ര വലിയ ദണ്ഡിയായാലും അമേരിക്ക ചെയ്തത് തെറ്റാണ്, ഇതാണ് നമ്മൾ പറയേണ്ടത്. അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇനി ആ ചോദ്യം, ആ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. യെസ്, പ്ലീസ്. ആ സംശയമുള്ളവർ ആ സംശയം ഇങ്ങനെ പിടിച്ച് മുറുക്കി പിടിച്ചിരിക്കുക. കാരണം നിങ്ങളുടെ സംശയം ഇനി വരുന്ന സ്ലൈഡുകളിൽ മെല്ലെ മെല്ലെ ഇട്ട് നമ്മൾ അതെ ഇപ്പം ശരിയാക്കി തരാം. ചെറിയതും വലുതുമായിട്ടുള്ള സ്പാനറുകൾ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ്. ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് അതല്ല ഉദ്ദേശിച്ചത്? അതെ അതെ, പട്ടി ഷോ. അതെ, പട്ടി ഷോ. പട്ടി ഷോ നമ്മുടെ ഒരു, അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, ആക്ച്വലി ഞാൻ ആലോചിക്കരുത്, നമ്മളിന്ന് ചുവപ്പും ഇട്ട് വരണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പച്ചിട്ട് വന്ന് ആക്ച്വലി ചുവപ്പൊക്കെ ഇപ്പൊ പച്ചയാവുകയാണല്ലോ. അതാണ്, ചുവപ്പിനെ പച്ച വിഴുങ്ങിയല്ലോ. രണ്ടൊന്നാണല്ലോ. ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് പറയാം അല്ലേ? അതെ, ചുമപ്പായ പച്ച. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു അന്നും ഇന്നും. ഇത് 2028 കാലഘട്ടത്തിലുള്ള ഒരു ഡേറ്റയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയായിരുന്നു അന്നും ഇന്നത്തെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അവർ ഡൊമസ്റ്റിക് കൺസംഷനാണ് കൂടുതൽ. അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്നും കുറവാണ്, അന്നും കുറവ് തന്നെയായിരുന്നു. നിങ്ങൾ വെനസ്വേല നോക്കൂ, 28 അവർ 90 to 95% ഓഫ് ദ ഓയിൽ ദ വർ പ്രൊഡ്യൂസിങ് അവർ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ധനിക രാജ്യമായിരുന്നു ഈ സമയത്ത്. പിന്നെ ഇതിൽ ഗൾഫ് സ്റ്റേറ്റ്സ്, ഇറാൻ വരുന്നുണ്ട്, ബാക്കി സ്റ്റേറ്റ്സ് ഒന്നും വരുന്നില്ല. സോവിയറ്റ് യൂണിയൻ ആ സമയത്തൊക്കെ ഉണ്ട്. ഓക്കെ, ഈ സമയത്ത് ഇവർ എന്ത് തരം ഇക്കോണമിയാണ്? സോഷ്യലിസം ആണോ മറ്റെന്തെങ്കിലും ആണോ? അത് സോഷ്യലിസം ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു റെന്റിയർ എക്കോണമിയിൽ ഇങ്ങനെ ഓക്കെ, ജസ്റ്റ് സബ്സിഡീസ്, നിങ്ങൾക്ക് സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സിഡീസ് ഒക്കെ സോഷ്യലിസം ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവരുടെ ഓയിൽ കമ്പനീസ് വെർ നോട്ട് നാഷണലിസം. ബ്രദർ ആസ്റ്റ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം ഇപ്പോൾ വരും. എപ്പോഴാണ് സോഷ്യലിസ്റ്റ് ആവുന്നത് എന്ന് നമ്മളിപ്പോ കാണും. ഓക്കെ, ഹോൾഡ് ഓൺ. ഇപ്പൊ ഒരു ക്വാസി സോഷ്യലിസ്റ്റിക്, അങ്ങനെ പറയാം. അപ്പോൾ അവിടെ ഇങ്ങനെ കാശ് ഇങ്ങനെ അട്ടിപ്പേറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, കാശ് കുറച്ചൊക്കെ വിതരണം ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, കാശുണ്ടാക്കിക്കൊണ്ടിരുന്നു, കാശ് കുറച്ചൊക്കെ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു, ടാക്സ് കളക്ട് ചെയ്യാതെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാലത്തും ഓയിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. ഇതാണ് വെനസ്വേലയുടെ ഗോൾഡൻ ഏജ്. ഓക്കെ, മച്ചമ്പി ഗ്രാഫൊക്കെ ഉണ്ട് കേട്ടോ. ഓ, സൂക്ഷിക്കണേ എൻ്റെ അമ്മേ.
ഈ പഠിച്ചോനെ നിങ്ങൾ കാത്തോളി, ഇന്ന് കൊറേ ഗ്രാഫൊക്കെ ഉണ്ട് പഠിച്ചോനെ. ഈ ഗ്രാഫ് ഞാനല്ല വരച്ചത്, ഇതെല്ലാം അല്ല ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഒരു ഗ്രാഫ് ഞാൻ വരച്ചിട്ടോ, പിന്നെ വെച്ച് അല്ല ഇനി ഭയങ്കര അംബിഷ്യസ് അല്ല ഞാൻ ഒറ്റയ്ക്ക് വരയ്ക്കടാ എന്ന് വെച്ച് പിന്നെ ഞാൻ വെച്ചു വേണ്ട ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല തെറ്റിച്ചാൽ, അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്രാഫ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. കഴിഞ്ഞ ആഴ്ച ChatGPT പണി തന്നെയാണ്. എനിവേ ഓക്കെ, അപ്പം ഇതാണ് വെനിസ്വേലയുടെ GDP ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന പോക്ക് ഉണ്ടല്ലേ. ഇതാണ് ആ സമയത്ത് 20 മുതൽ ഒരു 58 കാലഘട്ടം വരെ വെനിസ്വേലയുടെ ഒരു അടിപൊളി സംഭവമായിട്ട് വെനിസ്വേല ഇങ്ങനെ വരികയാണ്. ഓക്കെ, 50കളിൽ വെനിസ്വേല ബിക്കംസ് ദ 4th റിച്ചസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ്. ഇതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അവർ ഇത്രയും അടിപൊളി ടോപ്പായിരുന്നു എന്ന് ഞാൻ അറിയില്ലായിരുന്നു. Okay, it is unbelievable like to see what Venezuela is today and what they were like in the 50s. It's unbelievable. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 73 to 83 സോഷ്യലിസത്തിലേക്കുള്ള പാതയാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഓയിൽ ഇങ്ങനെ ഭയങ്കര ബൂമായിട്ട് വരുന്നു. അവർ ആ ഒരു എന്നും ഓയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നും ഓയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അവർ വേറൊരു കാര്യം ചെയ്യും. അവരുടെ എക്സ്ചേഞ്ച് റേറ്റ് അവർ ഡോളറുമായിട്ട് പെഗ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് ആക്കുന്നു. അവർ പറയും 1 ബൊളിവാർ ഈസ് ഈക്വൽ ടു ഇത്രയും ഡോളർ എന്ന് പറഞ്ഞാൽ അവരത് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അവരുടെ എക്കോണമി ഇത്ര സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ശരിക്കും നിങ്ങൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അതിലും കൂടുതലായിരുന്നു വാല്യൂ. ഇതിന്റെ എഫക്ട്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പക്ഷെ നിങ്ങൾ ഓർക്കാം, ദേ ഫിക്സ് ദെയർ എക്സ്ചേഞ്ച് റേറ്റ്. അത് ശരിക്കും ഒരു കള്ളത്തരം എന്നല്ല, അതൊരു പ്രാക്ടീസാണ്. പക്ഷെ അതിന്റെ റെപ്പർക്കഷൻസ് ആർ ഡെഡ്ലി. അത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നുണ്ട്. ഇവിടെയാണ് സോഷ്യലിസം ജനിക്കുന്നത്. 76 അവരെന്ത് ചെയ്യുന്നു, ഈ ഓയിലിൻ്റെ കമ്പനി ഉണ്ടല്ലോ, ഈ PDVSA എന്ന് പറഞ്ഞിട്ട് അവരുടെ നാഷണലൈസ്ഡ് കമ്പനി അവർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരെന്ത് പറയുന്നു, ഈ മുന്നേ വന്ന ഷെല്ല് പോലുള്ള അമേരിക്കൻ കമ്പനികളും വിദേശ കമ്പനികളും ഉണ്ടല്ലോ, അവരുടെ കരാറുകളൊക്കെ ഒരു വിലയും കൊടുക്കാതെ അവരോട് പറയുന്നു ഇനി ഞങ്ങളുടെ ഓയിൽ നാഷണലൈസ് ആയി, ടാറ്റ ബൈ ബൈ ഖത്തം എന്ന് പറഞ്ഞിട്ട് അവരോട് പോയിക്കൊള്ളാൻ പറയുന്നു. അവരുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ചുരുക്കുന്നു. കരാറുകളൊക്കെ ഭേദിക്കുകയാണ് അവർ ചെയ്യുന്നത്, യാതൊരു മുന്നറിയിപ്പൊന്നും കൊടുക്കാതെ. എന്നിട്ട് ഉദയ്ബിയ സന്ധി, യെസ് അതെന്തിനിപ്പോ ഇവിടെ പറയുന്നല്ലേ. അല്ല ചുമപ്പാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇവർ ഈ PDVSA എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മാസീവ് പബ്ലിക് സ്പെൻഡിങ്. എന്നിട്ട് അവർ പറയുന്ന ഈ ഓയിലിൻ്റെ ഓപ്റ്റിമിസം കാരണം അവർ ഫ്യൂച്ചർ ഓയിൽ എക്കോണമി കൊളാറ്ററൽ ആയിട്ട് വെച്ചിട്ട് അവർ പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള കടവും എടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് ഓൾറെഡി പൈസ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പറയുന്നത് ഇനി നമ്മുടെ നേഷൻ അടിപൊളിയാക്കും, ലാറ്റിൻ അമേരിക്കയാവും നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എത്ര മനോഹരമായ നടക്കാത്ത കുറേ സ്വപ്നങ്ങളും അവർ കണ്ടിട്ട് ഫ്യൂച്ചറിലേക്കുള്ള ബോറോയിങ്ങും നടത്തുകയാണ് ആ സമയത്ത്. പക്ഷേ പിന്നെ 83 എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഓയിലിൻ്റെ കുറച്ച് ഷെയ്ക്കി ആവുന്നുണ്ട്. 83 ശരിക്കും ഇവർക്ക് ഒരു ഹിൻറ്റ് കിട്ടുന്നുണ്ട്, കൊളാപ്സ് ആവുന്നുണ്ട് ആ സമയത്ത് ഇക്കോണമി. അതിനവരൊരു പേരും പറയുന്നുണ്ട്, ബ്ലാക്ക് ഫ്രൈഡേ. എന്നിട്ട് അവർ കുറച്ചും കൂടി മുണ്ടു മുറുക്കി ഒടുക്കൽ യജ്ഞങ്ങളൊക്കെ നടത്തുന്നുണ്ട് 83 സമയത്ത്. പക്ഷേ എന്നിട്ടും അവർ റെന്റിയർ എക്കോണമി വിടുന്നില്ല, അവർ ഓയിലുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് വിടുന്നില്ല. ബുദ്ധിയുള്ള ഭരണാധികാരികളാണെങ്കിൽ ഈ ഒരു സംഭവം നടന്നതോടുകൂടി അവർക്കൊരു വാർണിംഗ് കിട്ടേണ്ടതായിരുന്നു അല്ലേ. എന്നിട്ട് അവരെന്തെങ്കിലും മാറി ചിന്തിക്കേണ്ടതായിരുന്നു. ദേ ഡിഡ് നോട്ട് ഡു ദാറ്റ്, ദേ കണ്ടിന്യൂഡ് ദെയർ ട്രജക്ടറി. എന്നിട്ട് കറപ്ഷനും കൂടി അധികമായിട്ട് വരികയാണ്. പിന്നെ ക്രോണിക് ക്യാപിറ്റലിസ്റ്റുകൾ കൂടി കടന്നു വരികയാണ് രംഗത്തേക്ക്. അത് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ, അവരാണ് പിന്നെ ഈ PDVSA കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ പക്ഷെ ആളുകൾ ഇത് ലൈറ്റായിട്ട് എടുക്കുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനെ സാധനങ്ങൾ ചുമ്മാ കിട്ടിക്കൊണ്ടിരുന്നതല്ലേ. അവർ കിറ്റ് കിട്ടി അവസാനം പിന്നെ കിറ്റ് കിട്ടാതെ ആകുമ്പോൾ അല്ലെങ്കിൽ ഈ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാറ്റി അവർ വോളറ്റൈൽ ആകുമ്പോൾ ആളുകൾ പിന്നെ വെറുതെ ഇരിക്കുമോ. ആളുകൾ പിന്നെ ആ 89 കറക്കാസോ റയറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വെനിസ്വേലയിൽ ഭയങ്കരമായിട്ടുള്ള റയറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ബേസിക്കലി ഇറ്റ് വാസ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദ കൊളാപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് 80s കാലഘട്ടത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിലെന്തെങ്കിലും പറയാം, ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ആവുന്നത് ഇവിടെയാണ്. നമ്മൾ സോഷ്യലിസം എപ്പം വന്നെന്ന് കണ്ടില്ലേ. സോഷ്യലിസം വരലും കൊളാപ്സ് സ്റ്റാർട്ടാവലും ഏകദേശം ഒരേ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും സോഷ്യലിസം വന്ന എല്ലാം തകർന്ന് ഇവർ മാറി ചിന്തിക്കുമായിരിക്കുന്നു. ഇല്ല,
അപ്പോഴാണ് നമ്മുടെ വരുന്നത് ആര്, ഹ്യൂഗോ ഷാവേസ്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഹീറോ ഹ്യൂഗോ ഷാവേസ്. ഹ്യൂഗോ ഷാവേസ് കേരളത്തിലൊക്കെ കുറേ ഫാൻസ് ഉണ്ടായത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹ്യൂഗോ ഷാവേസിന് കുറച്ചും കൂടി മൊഞ്ചും ഒരു മോട്ടോർ സൈക്കിളും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചെഗുവേരനെ കടത്തിവെട്ടേണ്ട ആളാണ് ഹ്യൂഗോ ഷാവേസ് അല്ലേ. പിന്നെ ഇയാളെ കാണുമ്പോൾ വേറെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ മുഖം? നമ്മളെ നോർത്ത് കൊറിയ അല്ല, നമ്മുടെ പിണറായി വിജയനെ പോലത്തെ എനിക്ക് തോന്നുന്നു. അത് ഇവരൊക്കെ ഒരേ മാതിരിയാണല്ലോ കാണുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പിന്നെ വരുന്ന ആളാണ് ആര്, ഷാവേസ്. ഹ്യൂഗോ ഷാവേസ് ഈ സമയത്ത് നമ്മൾ കണ്ടല്ലോ, റൈറ്റ്സ് ഒക്കെ നടക്കുന്നു, ആകെ തേഞ്ഞിരിക്കുന്ന സമയത്താണ് ഹ്യൂഗോ ഷാവേസ് വരുന്നത്. ഹ്യൂഗോ ഷാവേസിന് നല്ലൊരു നനഞ്ഞ മണ്ണുണ്ട്. ഇയാളൊരു മിലിറ്ററി ഓഫീസർ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പീൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാനൊരു സാധാരണക്കാരൻ, ഞാൻ ആൻറ്റി കറപ്ഷൻ ആണ്, ഞാൻ ആൻറ്റി എലൈറ്റ് ആണ്, ഞാൻ ഈ റെൻറ്റിയർ എക്കോണമി, ഈ ഒളിഗാർക്കി, ക്രോണിക് ക്യാപിറ്റലിസം സംഭവങ്ങളൊക്കെ ഞാൻ നിർത്തും, ഐ എം എൻ ഔട്ട്സൈഡർ, എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഭയങ്കര ദേഷ്യം പിടിച്ച് ആകെ റിവോൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനതയുടെ മുന്നിലേക്ക് ഭയങ്കര റോസി ആയിട്ടുള്ള രക്ഷകനായിട്ട് വളരെ വലിയ സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്ന ഹീറോ ആയിരുന്നു ആര്, ഷാവേസ്. അപ്പോൾ ഷാവേസിനെ കണ്ടതോടുകൂടി ആൾക്കാർ ഷാവേസിനെ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ഷാവേസ് മതി, ഇനി നമുക്ക് ഷാവേസ് മതി എന്ന് പറയും. എന്നിട്ട് 92 ഇയാളൊരു കൂ ശ്രമിക്കുന്നുണ്ട് ഗവൺമെൻറ് ടോപ്പിളയാൻ, പക്ഷെ അത് നടന്നില്ല. പക്ഷെ 98 അദ്ദേഹം ഡെമോക്രാറ്റിക്കലി ഇലക്ട് ആയിട്ട് തന്നെ വരികയാണ്. ഓക്കെ, ഈ പോപ്പുലർ നമ്മുടെ മംതാനിയൊക്കെ ഇപ്പോൾ പറയുന്ന സെയിം എല്ലാം വില കുറയ്ക്കും, അത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ജയിക്കാലോ. ആക്ച്വലി ആരിഫിന് രാഷ്ട്രീയത്തിൽ പോകണമെന്നല്ല പറഞ്ഞു, ആരിഫ് ഇതാണ് പറയേണ്ടത് കേട്ടോ. ബെസ്റ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് പറഞ്ഞ് ഓടിക്കും. ഇന്ന് നാട്ടുകാർക്ക് വിവരമുണ്ട്. ആണോ? ഫ്രീ കിട്ടും ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ഉടായ്പാണെന്ന് നാട്ടുകാർക്ക് കൂടെ അറിയാം. എന്നാ ഞാൻ പറയാ, പിന്നെ കേരളത്തിലേക്ക് കുറച്ചും കൂടി ആൾക്കാർ പ്രബുദ്ധരായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ അത് പറഞ്ഞാൽ ജയിക്കും. ഇവിടെ ഇപ്പോൾ അത് പറഞ്ഞാൽ ജയിക്കും, നമ്മൾ കണ്ടല്ലേ. അല്ല, ഇവിടെ അതല്ല, ഇവിടെ എന്താണ് പെൻഷൻ വാങ്ങി ഞണ്ണിയിട്ട് പോയി അപ്പുറത്ത് വോട്ട് ചെയ്തില്ലടാ നാറികളെ എന്ന് പറഞ്ഞത് ഇവിടുത്തെ മന്ത്രിയാണ്. ശരിയാ, അത് ആ അവസ്ഥയിലാണ് ഇവിടെ കാര്യങ്ങൾ. അപ്പം ഷാവേസ് വന്നിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ പവർ മൊത്തം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സംഭവം ബിഗ് ഗവൺമെൻറ്റ്സ്, അതാണല്ലോ ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു മെയിൻ തീം, അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്, ബിഗ് ഗവൺമെൻറ്റ്സ്. പിന്നെ ഈ ജുഡീഷ്യറി, ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ബോഡീസ്, എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സ്റ്റൂജായിട്ടുള്ള ആൾക്കാരെ നിയമിക്കുകയും മൊത്തം സിസ്റ്റം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു ഭയങ്കര ചീത്ത ഒരു പണി അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ, PDVSA മോശമില്ലാതെ, അവരുടെ നാഷണലൈസ് പെട്രോളിയം കമ്പനി ഉണ്ടല്ലോ, മോശമില്ലാതെ നടന്നുകൊണ്ടിരുന്നതാണ്. ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം അത് കോളമാക്കുകയാണ്. അതെങ്ങനെയാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ, അതിൻ്റെ മെയിനായിട്ടുള്ള ടെക്നിക്കൽ നോഹൗ ഉണ്ടായിരുന്ന ആൾക്കാരെ മൊത്തം പിരിച്ചുവിട്ടിട്ട് മാസ് ഫയറിങ് അറ്റ് ഓൾ ലെവൽസ്, എന്നിട്ട് അദ്ദേഹത്തിന് ഫേവററ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കുകയാണ്. ബേസിക്കലി PDVSA ബിക്കംസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ജസ്റ്റ് ലൈക്ക് എ ബാങ്ക്. ഓയിൽ കിട്ടുന്നു, പൈസ കൊടുക്കുന്നു, എന്നിട്ട് അയാളുടെ വിശ്വസ്തനായിട്ടുള്ള ആൾക്കാരെ മാത്രം ഇതിൽ അപ്പോയിന്റ് ചെയ്യുകയും അങ്ങനെ അവർ ഭയങ്കര വെൽത്തി ആവുകയും ചെയ്യുന്നു. ഈ PDVSAയും അതുപോലെ തന്നെ ഷാവേസിനുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ഉണ്ടല്ലോ, ദേ ബിക്കം എക്സ്ട്രീംലി വെൽത്തി ആൻഡ് ദേ ഹാഡ് അൺകൺട്രോൾഡ് സ്റ്റേറ്റ് ആക്സസ്. ഓക്കെ, അതായത് വെനിസ്വലയിലെ ശബരിമലയായിരുന്നു ഈ PDVSA. അങ്ങനെ പറയാം. ഉള്ളത് കൂട്ടിയെടുത്ത് വിറ്റ് ജീവിക്കുക. അവിടെ കുറെ പോറ്റിമാരെ കയറ്റുകയും ചെയ്തു. പോറ്റിമാരെ കയറ്റി, കറക്റ്റ്. പോറ്റിയെ, അതായത് അപ്പോൾ അവിടുത്തെ പോറ്റിയാണ് ഇയാള്. അതെ, പോറ്റി. പിന്നെ വേറെ കുട്ടി കുട്ടി പോറ്റിമാരെ എല്ലാ സ്ഥലത്തും കയറ്റുകയും ചെയ്തു. എല്ലായിടത്തും. അപ്പൊ ശരി, എല്ലാം ശരിയായില്ലേ, ഒക്കെ വെടിപ്പായില്ലേ, എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ആള് പോപ്പുലർ ആയിരുന്നു, അതാണ് ഇതിലെ വിറ്റ്. ആൾ എങ്ങനെയായിരുന്നു പോപ്പുലർ ആയത്? പോപ്പുലർ ആവാൻ കാരണം അദ്ദേഹം ഇതിൻ്റെ കൂടെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പൈസയും കൊടുക്കുന്നുണ്ടായിരുന്നു, സബ്സിഡീസ് ഒക്കെ ആയിട്ട്. സോ ഹി വാസ് എ സോവറിൻ ഡിക്റ്റേറ്റർ സോർട്ട് ഓഫ്, ബട്ട് ഹി വാസ് ഓൾസോ അറ്റ് ദ സെയിം ടൈം പോപ്പുലർ. അതാണ് അതിലെ ഒരു വ്യത്യാസം. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് കുറച്ചുകൂടി ഞാൻ പറയാം. ഷോർട്ട് ടേം ആയിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ അടിപൊളിയാക്കി എന്നുള്ള ഒരു പ്രതീതി അദ്ദേഹത്തിന് വരുത്താൻ പറ്റുന്നുണ്ട്. പൈസ ഇങ്ങനെ വിതരണം ചെയ്യും, ഈ ഓയിൽ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന
ഓയിൽ വിറ്റ് കിട്ടുന്ന. അപ്പം ഓബ്വിയസ്ലി അങ്ങനെ പൈസ സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്ത ആളുകളുടെ കയ്യിൽ കുറേ പൈസ വരുമ്പോൾ പോവർട്ടി കുറഞ്ഞതായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഈ റൈറ്റ് ചെയ്യാൻ പോയിരുന്ന 89 റൈറ്റ് ചെയ്യാൻ പോയിരുന്ന ആൾക്കാരൊക്കെ കുറച്ച് ഹാപ്പി ആവും. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും, ഈ എല്ലാ സാധനങ്ങളും ഭയങ്കര സബ്സിഡൈസ്ഡ് ആയിട്ട്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എല്ലാം സബ്സിഡൈസ്ഡ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കാനും തുടങ്ങും. കിറ്റ് ഇക്കോണമി. അപ്പം ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നു, അതിലാണ് പോയിന്റ്. അത് സോഷ്യലിസത്തിന്റെ വിജയം എന്നല്ല, അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് ഓയിൽ ബൂമായിരുന്നു, കണ്ടിന്യൂഡ് ഓയിൽ ഹൈ പ്രൈസസ് ആയിരുന്നു ആ സമയത്ത്. അതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പൈസ ഇങ്ങനെ ലാവിഷായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ജീസസ് മാതിരി എല്ലാവർക്കും ഇങ്ങനെ പൈസ വിതരണം ചെയ്യാം. അപ്പം പിന്നെ പോപ്പുലർ ആവുമല്ലോ, സ്വാഭാവികം. ഓക്കെ. പക്ഷേ വാട്ട് ഡിഡ് നോട്ട് വർക്ക് എന്നും കൂടി നമ്മൾ നോക്കണം. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. അവർ വീണ്ടും എത്ര പാഠം അവർക്ക് ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ പാഠങ്ങൾ, അവരത് പഠിക്കാതെ വീണ്ടും അവർ ഒരു ഡൈവേഴ്സിഫിക്കേഷനും ഇല്ല, വേറെ ഇൻഡസ്ട്രീസ് ഒന്നും അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിൻ്റെ കൂടെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റും പിന്നെ പ്രൈസും കൺട്രോൾ ചെയ്യാണ് സാധനങ്ങളുടെയൊക്കെ. അപ്പോഴാണ് ബ്ലാക്ക് മാർക്കറ്റ്സ് എമർജ് ചെയ്യുന്നത്. അത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇമ്പോർട്ട്സ് തന്നെ, മൊത്തം ഇമ്പോർട്ട്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഡൊമസ്റ്റിക് ആയിട്ട് അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു ഇൻഡസ്ട്രിയും ഇല്ല, മൊത്തം ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം വേറെ ചില പണികളും കൂടി നടത്തുന്നുണ്ട്. മീഡിയ, ഫ്രീ സ്പീച്ച്, ഇതിനൊക്കെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിഷൻസിനെ ക്രിമിനലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ സുപ്രീം കോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോർട്ടിലൊക്കെ അതൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റൂജസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് എല്ലാം അദ്ദേഹത്തിന് വരുതിയിൽ കൊണ്ടുവരികയാണ്. ഓപ്പോസിഷനും ഇല്ല, ചോദിക്കാനുള്ള കോർട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ പറയും മോദി അതന്നെയല്ലേ ചെയ്യുന്ന, അതൊന്നല്ല അദ്ദേഹം ചെയ്തത്, അതിലും എത്രയോ അതിക്കും മേലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ചോദ്യം ചോദിക്കാനൊന്നും പറ്റില്ല, പൈസ കിട്ടിയില്ലേ അപ്പം മിണ്ടാതിരുന്നു എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് പ്രൈസ് കൺട്രോൾസ് ആൻഡ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റ്സ്. ഓക്കെ, അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുന്നത് ഓയിൽ പ്രൈസസ് ഹൈ ആയിരുന്നുകൊണ്ട് മാത്രം. പക്ഷേ വിജയമല്ല, നോട്ട് ദ പോയിന്റ്. ആൻഡ് കറപ്ഷൻ വാസ് റാംപന്റ്. ഈ ഓയിൽ പ്രൈസസ് ഹൈ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഹി വാസ് ഏബിൾ ടു സ്വീപ്പ് ഇറ്റ് അണ്ടർ ദ കാർപ്പറ്റ്. ഓക്കെ. അപ്പം പക്ഷേ അദ്ദേഹത്തിന് ഈ ഇതിനൊക്കെ ഒരു പേരുണ്ട് കേട്ടോ. ഷാവേസിന്റെ സോഷ്യലിസത്തിന്റെ സ്പെഷ്യൽ പേരൊക്കെ ഉണ്ട്. ബൊളിവേറിയൻ സോഷ്യലിസം ആണ് നമ്മളിപ്പോൾ കാണുന്നത്. റാംപെന്റ് സോഷ്യലിസം, റാംപെന്റ് കറപ്ഷൻ, എക്സ്ട്രീംലി വെൽതി എലീറ്റ്സ് ആൻഡ് ആൾക്കാർക്ക് ചുമ്മാ കുറച്ച് പൈസയൊക്കെ കൊടുക്കുക. അതിന്റെ പേരാണ് മക്കളെ ബൊളിവേറിയൻ സോഷ്യലിസം. അടിപൊളി പേരല്ലേ? അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ഇത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ആക്കും. പക്ഷേ ഇതിലൊരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവർ മാറ്റുന്നുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ആക്കി കുറേ കാലം കഴിയുമ്പോൾ അവർ പറയും ഫിക്സ് ആക്കി നമുക്കിനി കൂടുതൽ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് അവർ ആ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാറ്റുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? പക്ഷേ അത് എല്ലാവർക്കും വേണ്ടിയും മാറ്റില്ല. കുറച്ച് എലീറ്റ്സിന് അദ്ദേഹം എന്ത് ചെയ്യും, അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഡോളർ വാങ്ങിക്കാം എന്നുള്ളൊരു സിസ്റ്റം കൂടി വരികയാണ്. സോ ഒരു കൺട്രിയിൽ തന്നെ ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന കുറച്ച് വെൽതി ആയിട്ടുള്ള എലീറ്റ്സിന് ദേ ക്യാൻ ഗെറ്റ് ഡോളർ ഫോർ ചീപ്പ്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പം ആരിഫിന് ഒരു ബൊളിവാർ $10 കൊടുത്താൽ വാങ്ങാം. ഓക്കെ, 10 ബൊളിവാറിൽ $1. പക്ഷേ എനിക്ക് 20 കൊടുത്താലേ ഉള്ളൂ $1 കിട്ടുക. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ആരിഫ് എന്ത് ചെയ്യും? ആ ഡോളർ ഈ സിസ്റ്റമാണ് നമ്മളുടെ ഇറാനിലുള്ളത്. അവിടെയും നടുപിടിച്ചത് ഇതേ സാധനം. അങ്ങനെ വരുമ്പോൾ ആരിഫിന് കിട്ടുന്ന ചീപ്പ് ഡോളർ ആരിഫ് ഇവിടെ വന്നിട്ട് എനിക്ക് വിൽക്കാൻ നോക്കൂലേ? ഓബ്വിയസ്ലി. അപ്പോൾ ഈ ഇമ്പോർട്ട്സ് ഒക്കെ ഒരു ഷാം ഇമ്പോർട്ട് ഷെൽ കമ്പനീസ് ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാർ പറയും ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഈ ടൈപ്പ് എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. അപ്പോൾ അവരത് വെച്ചിട്ട് സാധാരണ ജനങ്ങൾ പിന്നെ ബ്ലാക്ക് മാർക്കറ്റിനെ റിലൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ ബ്ലാക്ക് മാർക്കറ്റ് ബിക്കംസ് ദ റിയൽ മാർക്കറ്റ്. അതോടുകൂടി മൊത്തം സിസ്റ്റം തകർന്ന് തരിപ്പണമാവാണ് ഈ സമയത്ത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് കരകയറായിരുന്നു. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് കരകയറാൻ നോക്കുന്നതിന് വേറെ നല്ല വഴികൾ നോക്കാതെ അവർ വീണ്ടും ഡോളേഴ്സ് പ്രിന്റ് ചെയ്യാനാണ് അവർ വിചാരിക്കുന്നത്. ദ ഈസി വേ ഔട്ട്. സിസ്റ്റത്തിൽ പൈസ ഇല്ല, അപ്പം എന്ത് ചെയ്യും? നമ്മൾ വെറുതെ നോട്ട് അച്ചടിച്ച് സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് വിടുക എന്നുള്ള എക്സ്ട്രീംലി ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുക, എത്ര വിഷൻ ഇല്ലാത്ത ലീഡേഴ്സാണ് അല്ലേ? ഓക്കെ, അപ്പം അതാണ് സംഭവിക്കുന്നത്. അപ്പം അതിനുണ്ട് പേര്. ഈ ബൊളിവേറിയൻ സോഷ്യലിസത്തിന് മറ്റൊരു പേരാണ്
21st സെഞ്ചുറിയിലത്തെ സോഷ്യലിസം. അപ്പൊ ആ സമയത്തൊക്കെ വെനിസ്വേലയൊക്കെ ഇവിടെ ഭയങ്കര ഒരു കാര്യം, ഇവിടെ എനിക്കൊരു സംശയം, പക്ഷെ ഞാൻ ഇപ്പോൾ ചോദിക്കില്ല, ഇത് ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് ചോദിക്കാം. പോട്ടെ. അതെന്താ സംശയം? ഇല്ല, അത് വേറെ. പോട്ടെ. ഈ കറൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒന്നുമില്ല, കുറച്ച് കടം വേണം, അതിനാണ്. ഇല്ല, ലൈവ് കഴിഞ്ഞിട്ട് ചോദിക്കാം. പോട്ടെ, മുന്നോട്ട് പോട്ടെ. അപ്പം അത് ഇതിനാണ് ഈ ഷാവേസിന്റെ സോഷ്യലിസ്റ്റാണ് ആ സമയത്ത് എല്ലാവരും ഭയങ്കര. കാരണം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വെനിസ്വേലയിൽ പട്ടിണിയില്ല, വെനിസ്വേല റിച്ചാണ്, ആൾക്കാർക്ക് വെനിസ്വേലൻ്റെ ഭരണാധികാരിനെ ഇഷ്ടമാണ്. അപ്പോൾ വെനിസ്വേല ചെയ്യുന്നത് ശരിയായിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ടാണ് അവരെന്ത് വിചാരിക്കുന്നത്, ഷാവേസ് അടിപൊളിയാണെന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. അപ്പം അതിനെയാണ് അവർ 21st സെഞ്ചുറിയിലെ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നത്. ഓക്കെ. ഇതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോന്നിയ ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ശത്രു ആരാ ആരിഫ്? ബൂർഷ്വാസികളല്ലേ? സ്വന്തമായിട്ടൊരു ബൂർഷ്വാസി ഉള്ള ഒരു രാജ്യമുണ്ടോ? സ്വന്തമായിട്ടുള്ള ഒരു ബൂർഷ്വാസി ഉള്ള ഒരു രാജ്യമാണ് മറ്റേ വെനിസ്വേല. അതിന് പേരുണ്ട്, ബോളി ബൂർഷ്വാസി. എന്നിട്ട് പേര് സോഷ്യലിസ്റ്റ് രാജ്യം എന്നൊക്കെ. സ്വന്തം ബൂർഷ്വാസി ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. എന്നാലും അതായത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലും അവർക്കൊരു ബൂർഷ്വാസിനെ കണ്ടുപിടിക്കാൻ പറ്റി. അവർ ഈ എന്താണ് സ്റ്റേറ്റുമായിട്ട് ഒത്തുകളിച്ച് പോകുന്ന ഈ ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരെയാണ് ബോളി ബൂർഷ്വാസി. എക്സ്ട്രീംലി വെൽതി ആയിട്ടുള്ള അവരെയാണ് ബോളി ബൂർഷ്വാസി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് അവർക്ക് സ്പേസ് കിട്ടുന്നത്? കംപ്ലീറ്റ്ലി സോഷ്യലിസ്റ്റ് അല്ലേ? കംപ്ലീറ്റ്ലി സോഷ്യലിസ്റ്റ് ആണ്. പക്ഷെ അവർ ഈ PDVSA ഒക്കെ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. പൈസ എങ്ങനെയാ വരുന്നതെന്ന് ഇവരാണ് ഈ ബൂർഷ്വാസികളാണ് തീരുമാനിക്കുന്നത്. സോഷ്യലിസം ഒക്കെ പേരിനേ ഉള്ളൂ. ശരിക്കുള്ള സോഷ്യലിസം എങ്ങനെയാ വരുന്നത് ഞാൻ പറയാണ്. തിയറിറ്റിക്കലി പട്ടിണി എടുക്കുമ്പോൾ ഒക്കെ. പക്ഷെ അവർ സോഷ്യലിസ്റ്റ് ഉണ്ടാക്കിയ കിണാശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്താ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ സാധാരണ ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർക്കൊരു സേ ഉണ്ടായി അവർ ആ കിട്ടുന്ന പൈസ വിതരണം ചെയ്ത എല്ലാവരുടെ ഇടയിൽ. ഇതിൽ ആൾക്കാർക്ക് ഒരു സേയും ഇല്ല. മേലെ ഇരിക്കുന്നത് ഒളിഗാർക്സ് തന്നെയാണ്. ദർ ക്രോണിക് ക്യാപിറ്റലിസ്റ്റ്, പക്ഷെ വിളിക്കുന്നത് സോഷ്യലിസ്റ്റ് എന്ന്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഐറണി. അതാണ് 21st സെഞ്ചുറി സോഷ്യലിസം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹ്യൂഗോ ഷാവേസ് വയ്യാണ്ടാവുന്നത്. ഓക്കെ, ഹ്യൂഗോ ഷാവേസിന് എന്തോ അസുഖം, സ്റ്റമക്ക് ക്യാൻസറോ മറ്റോ വരുന്നു. അദ്ദേഹം മരിക്കാൻ പോവാണ്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം എന്ത് പറയും, നിക്കോളാസ് മദൂരോ, അദ്ദേഹത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു, എന്താണ് റൈറ്റ് വിങ് മാൻ എന്നൊക്കെ പറയാം. മരിക്കാൻ പോണതിന് മുന്നേ അയാൾ ക്യൂബയിലോ മറ്റെവിടെയാണ് ചികിത്സയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയും, ഇനി മുതൽ ഇനി ഞാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ മദൂരോനെ നിങ്ങളെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് മദൂരോനെ ഒന്ന് പ്രസിഡന്റ് ആക്കിക്കോണേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവാണ്. പക്ഷെ അയാൾ തട്ടി പോവാണ്. പിന്നെ അയാൾ തിരിച്ചു വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ആര് എൻറ്റർ ചെയ്യുന്നത് ഇതിലേക്ക്, സീനിലേക്ക് മദൂരോ കടന്നു വരുന്നത്. അപ്പം ഓൾറെഡി കൊളായി കിടക്കുകയാണല്ലോ സംഭവം. സോ നമുക്ക് മദൂരോനെ അങ്ങനെ ഫുള്ളായിട്ട് തുടക്കത്തിൽ കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം മദൂരോന് ഷാവേസിന്റെ ബാധ ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് കിട്ടിയ ഡോക്ടേഴ്സിന്റെ ബാധ പോലെ ഷാവേസിന്റെ ബാധ. അതെ, ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. എഡിറ്റർ പ്ലീസ് നോട്ട്, ഇത് ഷാവേസിന്റെ ബാധയാണ്. അതെ, മധുരയ്ക്ക് ബാധിച്ചത്. ഓക്കെ. അപ്പം ഈ സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ എക്കോണമി കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ഓൾറെഡി മിസ്മാനേജ്ഡ് ബാഡ്ലി ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു ബി മിസ്മാനേജ്ഡ്. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഹൈപ്പർ ഇൻഫ്ലേഷൻ, ഇവരുടെ GDP എങ്ങനെ തകരുന്നു എന്ന് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പ്രൈസ് കൺട്രോൾ ആൻഡ് കറൻസി കൺട്രോൾ കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ബ്ലാക്ക് മാർക്കറ്റ് എന്നൊന്നും പറയാനില്ല, അവരുടെ റിയൽ മാർക്കറ്റ് തന്നെ ബ്ലാക്ക് മാർക്കറ്റാണ്. ഓക്കെ, കാരണം എല്ലാവരും ബ്ലാക്ക് മാർക്കറ്റ് പോയ പിന്നെ അത് വൈറ്റ് മാർക്കറ്റ് ആയില്ലേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ വരുന്നത് ഈ റോന്റ്യോർ എക്കോണമി കണ്ടിന്യൂ തന്നെ ചെയ്യാണ്. അതൊരു റോന്റ്യോർ ഓത്തോറിറ്റേറിയനിസം ആവാണ്. ഓക്കെ, എന്നിട്ട് എക്കോണമി അത് വീണ്ടും കൊണ്ടുവരികയാണോ ചെയ്യുന്നത്, ഉണ്ടായിരുന്നത് കണ്ടിന്യൂ ചെയ്യാണ് വിത്ത് മോർ എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ഇൻ ദ ക്രിട്ടിക്കൽ പ്ലേസസ്. ഓക്കെ, അങ്ങനെ അത് റോന്റ്യോർ ഓത്തോറിറ്റേറിയനിസം. റോന്റ്യോർ എക്കണോമി കുഡ് ഓൾസോ ഹാവ് വർക്ക്ഡ്. മെനി countries have റോന്റ്യോർ എക്കണോമി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ് ഇഫ് മാനേജ് പ്രോപ്പർലി.
പക്ഷെ അവരിങ്ങനെ അതൊരു ഓതോറിറ്റേറിയനിസം ആവുമ്പോഴാണ് അതിൻ്റെ പ്രശ്നമാണത്. പിന്നെ എന്തോ ഞാൻ ബോൾഡാക്കി വെച്ചിട്ടുണ്ട്, ലോയൽറ്റി ത്രൂ ഫുഡ് ബോക്സസ്, കിറ്റ് കിറ്റ് വിതരണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ കിറ്റാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടുക്കുമല്ലോ ഇവർ, ഇതൊക്കെ സെയിം, എല്ലാവരും സോഷ്യലിസ്റ്റ് ബാധ പിടിച്ചവരാണല്ലോ. അപ്പൊ ഈ കിറ്റ് ഇക്കോണമി നമുക്ക് മാർക്സിന്റെ ബാധ അങ്ങനെയും പറയാം. ഓക്കെ. പിന്നെ ഈ PDVSA ഫയറും കണ്ടിന്യൂ. PDVSA മൊത്തം മധുരം അങ്ങോട്ട് ഹൈജാക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ ഓയിൽ ഇൻഡസ്ട്രി തകർക്കാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനമായിരുന്നു ഓയിൽ, അതും മിസ്മാനേജ് ചെയ്ത് നിങ്ങൾ തകരാൻ പോണ ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് ഈ ഗ്രാഫ്, ശ്രദ്ധിക്കും. ഇത് 90s ഇങ്ങനെ ഇവരുടെ GDP ഇങ്ങനെ കയറി ഇങ്ങനെ വരികയാണ് കേട്ടോ. പക്ഷേ ഈ 2014-16 നിങ്ങൾ ശ്രദ്ധിക്കുക, 2014 to 2016 ഓയിൽ ക്രാഷ് ആവുന്നത് ഗ്ലോബലി. അതോടുകൂടി വെനിസ്വേലൻ്റെ GDP നിങ്ങൾ നോക്കൂ, ഇറ്റ് വാസ് പിൻഡ് ഓൺ ഓയിൽ. ആ ഓയിൽ ക്രാഷ് ആവുന്നതോടുകൂടി 10 പറഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ഒരു വർഷത്തിനുള്ളിലും സംഭവിച്ച മാറ്റമാണ്. ഷോക്കിംഗ് അല്ലത്. ശരിയാണല്ലോ അല്ലേ? ഗ്രാഫൊക്കെ BBC ഒക്കെ ഉണ്ടാക്കിയ ഗ്രാഫാണ്. ആർക്കെങ്കിലും ഗ്രാഫിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവരെ 2255 എന്ന നമ്പറിൽ വിളിക്കാം. ഓക്കെ, ഇതിൽ എനിക്ക് പങ്കില്ല. ഇനി അഥവാ തെറ്റിയാലും വളർച്ച ഉണ്ടോന്ന് നോക്കിയാൽ മതി, ചാവുണ്ടോന്ന് നോക്കിയാൽ മതി. അത് ഞാൻ അന്ന് പറഞ്ഞാണല്ലോ, ലേബിൾ എന്തിനാ നിങ്ങൾ നോക്കുന്നത്, ചത്ത കുട്ടികളെവിടെ അത്ര പറഞ്ഞിട്ട്. അതെ, ബാക്കി പറഞ്ഞാൽ മതി. അതിലേക്കൊന്നും പോവണ്ട കേട്ടോ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. വിഷയത്തിന് തന്നെ മാറാം, തിരിച്ചു വാ. ഓക്കെ, അപ്പോൾ 2018 മുതൽ 2019 ജസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ നടന്ന ഒരു മാറ്റമാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കൂ കേട്ടോ. എക്സ്ചേഞ്ച് റേറ്റ് 0 ആയിരുന്നു, ഓൾമോസ്റ്റ്. സോറി, 0 അല്ല, ഒരു എന്താണിത്, ഒരു എന്തായാലും 100 ജസ്റ്റ് ഒരു 20 എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ ഇത് പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് 1800 ജസ്റ്റ് ഇൻ 1 year. അത്രയും അവർ എക്കോണമി സഫർ ചെയ്യാണ്. ദിസ് ഇസ് ഷോക്കിംഗ് അല്ലേ. പിന്നെന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ കുറയാണ്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്നത്, സോഷ്യലിസ്റ്റുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ, അമേരിക്കക്ക് വന്നിട്ട് ഒരു രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറയ്ക്കാൻ പറ്റുമോ? പ്രൊഡക്ഷൻ കുറയില്ലേ? സാങ്ഷൻസ് ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതായിരുന്നില്ല മെയിൻ റീസൺ. ദേ വർ നോട്ട് ഏബിൾ ടു മാനേജ് PDVSA പ്രോപ്പർലി. അതായിരുന്നു മെയിൻ റീസൺ. ഈ ഘട്ടത്തിൽ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റൂയിൻഡ്. അവരുടെ ആ ഇൻഡസ്ട്രി തന്നെ റൂയിൻ ആവാണ്. അതായത് അവർ ഈ PDVSA അതിൽ മാൻ പവർ പലതിനും പിരിച്ചുവിടുന്നു, അതിൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളെ മുഴുവൻ പിരിച്ചുവിടുന്നു, തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ അതിനകത്ത് തിരികെ കയറ്റുന്നു. സത്യത്തിൽ അതിൻ്റെ ആ ഫങ്ഷനിങ് അവിടെ ക്രിപ്പിൾഡ് ആവുകയാണ്. ഓക്കെ, അപ്പം ഓയിൽ പ്രൊഡക്ഷൻ കുറയാണ്. അപ്പം നമ്മുടെ പൊന്മുട്ട ഇടുന്ന നേരത്തെ താറാവുണ്ടല്ലോ, അത് മരിച്ചു. ഓക്കെ, അത് തീർന്നു. ഓക്കെ, കാറ്റ് പോയി. അതിൻ്റെ കൂടെ കാറ്റ് പോകുന്ന വേറെ ചില സംഭവങ്ങൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഇൻഫ്ലേഷനും ഓയിൽ റവന്യൂ. ഓയിൽ റവന്യൂ താഴേക്ക് പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കട്ടോ, 2019 ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻഫ്ലേഷൻ. ഇത്രയാണ് ഒരു സമയത്ത് 360,000% അങ്ങനെയൊക്കെ ആവുന്നുണ്ട് ഇൻഫ്ലേഷൻ. ദാറ്റ് ഇസ് ക്രേസി അല്ലേ. അതാ ഷാവേസിന്റെ ഇതാണ്. ഷാവേസ് ഈ കറുപ്പിൽ കാണുന്ന ആ സമയത്താണ് ഷാവേസ് വരുന്നത്. സോറി, ഷാവേസ് അല്ല, എന്താണ് ഇയാളെ പേര്, മധുരോ. ഓക്കെ, മധുരോ വരുന്നത്. പിന്നെ കുറച്ച് ഗാസയിലെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. വെനിസ്വേല. ഇതാണ് വെനിസ്വേലയിലെ ആർക്കും വേണ്ടാത്ത പട്ടിണി. അതെങ്ങനെ മനസ്സിലായി? അതാ പാത്രം കണ്ടറിഞ്ഞൂടെ? അവിടെ ഇവിടെ കുറെ പാത്രമാണ്. അല്ലല്ല, അവിടെ നീല പാത്രം, അത് മഞ്ഞ പാത്രം. സോറി, ഞാൻ കളർ ബ്ലൈൻഡ്, അതാ സോറി. അപ്പം ഇതൊന്നും ഒരു ചിത്രം ഒന്നല്ല, നിങ്ങൾക്ക് കാണാം. ഗാർബേജ് എന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് വളരെ സാധാരണയായിട്ട് കുറേ ചിത്രങ്ങളുണ്ട് ഇതിൻ്റെ. പിന്നെ ആളുകളുടെയൊക്കെ ബോഡി വെയിറ്റ് ഒക്കെ കിലോ കണക്കിനാണ് കുറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് വെനിസ്വേലയിൽ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് റീസെൻ്റ്ലി 2018 സമയത്ത് ഓർമ്മയുണ്ടാവും. ഓക്കെ, പിന്നെ അവരുടെ കറൻസിക്ക് ഒരു വാല്യൂ ഇല്ലാതെ ആവാണ്. ഓക്കെ, അപ്പോൾ അവർ ഈ കറൻസി വെച്ച് എന്താ ചെയ്യണമെന്ന് നോക്കും. കറൻസിക്ക് അത് നോട്ടുകളാണ്, ബൊളിവാറുകൾ.
ബൊളിവാർ നോട്ടിന് ഒരു വാല്യൂ ഇല്ല. അവർക്കൊരു ചായ കുടിക്കണമെങ്കിൽ ഒരു ചാക്കിൽ ബൊളിവാറായിട്ട് പോയാലേ ഒരു ചായ കിട്ടുള്ളൂ. അപ്പൊ അവര് അതിലും ഭേദം അത് വെച്ചിട്ട് ഇങ്ങനെ ബാഗോ ബെൽറ്റോ ഒക്കെ ഉണ്ടാക്കിയ കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് വാസ് വാട്ട് വാസ് ഹാപ്പനിങ്. വാട്ട് ദ ഹെക്ക് അല്ലേ? ഒക്കെ അമേരിക്കയാണല്ലോ. ഗാന്ധിജി ഇങ്ങനെ ഇരിക്കണത് ചിന്തിച്ചു നോക്കിയേ. അവിടെ ഷാവേസെറ്റ് ആയിരിക്കും, ആരാന്നറിയില്ല അവരുടെ നോട്ടിലല്ലേ. ഗാന്ധി നോട്ട് കൊണ്ട് ഉണ്ടാക്കിയ പടക്കം. അടിപൊളി. നോട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ റോട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം. ഒരു വിലയില്ലാതാവണം കറൻസിക്ക്. പിന്നെ അതിന്റെ കൂടെ തന്നെ സംഭവിക്കുന്നതാണ് ആളുകൾ പിന്നെ ഒരു രക്ഷയുമില്ല അവർക്ക്. അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആൾക്കാർ പലായനം തുടങ്ങണം. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, അവിടെ യുദ്ധങ്ങളില്ല, അവിടെ ക്ഷാമം അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ല. എന്നിട്ടും ഇത്ര അധികം ആൾക്കാർ യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഇല്ലാതെ എവിടെന്നെങ്കിലും നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ രാജ്യങ്ങളൊന്നും അറിയില്ല, അത് വെനിസ്വേല തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒന്നും രണ്ടും ലോകത്തെ ഈ പറഞ്ഞ റിഫ്യൂജി ക്രൈസിസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതാണ് വെനിസ്വേല. ഫസ്റ്റ് വൺ സിറിയ, അത് കഴിഞ്ഞ വെനിസ്വേല. വെനിസ്വേലയിൽ 4 പേരെടുത്ത ഒരാൾ നാട് വിട്ടു എന്നാണ് പറയാം. ആ ലെവലിലാണ് എൻ്റെ കളി. ഇവിടെ എഴുതുന്നത് തന്നെ 20% to 25% ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ, നിയർലി 8 million people have fled the country. അതാണ് അവസ്ഥ. ഒരു രാജ്യത്തിന്റെ 1/4 ആളുകൾ ഒരു കൊളംബിയയിലേക്കും മറ്റും രക്ഷപ്പെട്ടു പോവാണ്. ഈ ചിത്രം ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ട്രെയിനാണോ? ഇതാണോ ചിത്രം? അതാണെന്ന് തോന്നുന്നല്ലേ. അല്ല, കണ്ടിട്ട് ബംഗാളികളെ മാതിരി. അല്ല, അവിടെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ചിലപ്പോ അതായിരിക്കും. ചേട്ടന്റെ എന്റെയും മുഖം ഒരുപോലെ ഇരിക്കുന്നല്ലേ. മുഖം ഒരേപോലെ, ദൈന്യത ഒരേപോലെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതുവരെ ലോകം കാണാത്ത തരത്തിലുള്ള ഒരു മൈഗ്രന്റ് ക്രൈസിസ് കൂടി വരികയാണ്. യെസ്, പറയൂ. ആഗോളതലത്തിൽ തെറി വിളിച്ച ഒരേപോലെ തെറിവിളി കേൾക്കാൻ സാധ്യതയുള്ള 2 മഹാന്മാരുണ്ടെങ്കിൽ ഒന്ന് മാർക്സും ഒന്ന് മുഹമ്മദ് നബിയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ലോകത്തിൻ്റെ ഏത് കോണിൽ കമ്മ്യൂണിസത്തിന് തെറി വിളിച്ചാൽ അത് ചെന്ന് പതിക്കുക മാർക്സിന്റെ മണ്ടയിലാണ്. അതുകൊണ്ടായിരിക്കും അവര് എപ്പോഴും അവര് എന്താണ് ഇസ്ലാമോ ലെഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ബൈ ആയിട്ട് നടക്കണം. അതാവാനാണ് സാധ്യത. കാരണം മാർക്സിനെ തെറി വിളിച്ചാൽ നീ എന്നെ സപ്പോർട്ട് ചെയ്യലടാ, മുഹമ്മദിനെ തെറി വിളിച്ചാൽ നീ എന്നെ സപ്പോർട്ട് ചെയ്യലടാ. ഇതുപോലൊരവസ്ഥ യേശു ക്രിസ്തുവിനൊന്നുമില്ലല്ലോ. ഈ ജൂതന്മാരാരെങ്കിലും തെറി വിളിച്ചോണ്ട് നടക്കാൻ നമ്മൾ കേൾക്കാറുണ്ട്. ബുദ്ധനെ തെറി വിളിക്കണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. പക്ഷെ മുഹമ്മദ് നബീനെ തെറിവിളി ഈ ലോകത്തെ എവിടെ? ഇപ്പം അത് ഇറാനിൽ മൊത്തം തെറിയാണ്, പള്ളിയടക്കം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ച തെറിയാണ് മുഹമ്മദ് നബീനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്കും കുറച്ച് തെറി കേൾക്കാറുണ്ട്. ഒരാൾക്കല്ലെങ്കിലും മൊത്തം രാജ്യത്തിന് കുറെ തെറി കേൾക്കാം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട്. അതെ അതെ, അമേരിക്കനെ അങ്ങനെ വെളുപ്പിക്കണ്ട. അമേരിക്ക ചെയ്ത അത്ര നല്ല കാര്യമൊന്നുമല്ല. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ വെളുപ്പിച്ചില്ലല്ലോ. നമുക്കൊന്ന് തെറി വിളിക്കണം, ക്ഷീണമാകാം. അതെ, ഒന്ന് ഓർമ്മാക്കണം കേട്ടോ, കുറച്ച് തെറി വിളിക്കാനുള്ള വിട്ടോയാൽ. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ 2 വെനിസ്വേലാസ്, ഒരു വെനിസ്വേലയിൽ 2 വെനിസ്വേലകൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബോളി ബൂർഷ്വാസികളുണ്ടല്ലോ, ഷാവേസിൻ്റെ സ്വന്തക്കാർ അല്ലെങ്കിൽ മധുരയുടെ സ്വന്തക്കാർ, അവർ ആ സമയത്തും ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്തും അവർ ആഡംബര ജീവിതം റിസോർട്ടുകളിൽ, കരീബിയനിലാണല്ലോ ഇത് നടക്കുന്നത്. അവർ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടത്. അവരവിടെ നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ച് റിസോർട്ടിലൊക്കെ സുഖലോലുപരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ഇതൊരു സോഷ്യലിസ്റ്റ് പട്ടി, അയ്യോ ഞാൻ തെറി വിളിച്ചല്ല, സോഷ്യലിസ്റ്റ് രാജ്യത്തെ ഒരു പട്ടി എന്ന് പറഞ്ഞതാണ് കേട്ടോ. സോഷ്യലിസ്റ്റ് പട്ടി. ഓക്കെ, അപ്പം അത് ഒരു രാജ്യത്ത് തന്നെ 2 സിസ്റ്റം. ഇതിനൊക്കെ നമ്മൾ പറയാ സോഷ്യലിസം എന്നായിരിക്കും അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള. അല്ല, അത് നമ്മൾ പറയാറുണ്ട്. കമ്മ്യൂണിസം സോഷ്യലിസം ഒക്കെ ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യം പട്ടിണി കിടന്ന് ചാവും. അതാണ് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. മിസ് മാനേജ്മെന്റ്, കറപ്ഷൻ, മടിയന്മാർ, ഈ 3 കൂടി ചേർന്നാൽ തീർന്നു. അതിൻ്റെ അപ്പോഴാണ് ഇതൊരു ജസ്റ്റ് ഫോർ കോമിക് റിലീഫ് ഞാനൊരു സാധനം പ്ലേ ചെയ്യട്ടെ. ഈ സമയത്ത് അവരുടെ സ്റ്റേറ്റ് TV മൊത്തം ഗവൺമെൻറ് കൺട്രോൾഡാണ് അവരുടെ ഈ TV ഒക്കെ. അതിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാർട്ടൂൺ. ഓക്കെ, Estúpidos burros, no pueden tumbarlo, es un simple chofer de autobús. Pero milord, todo lo hemos intentado, trampas, mentiras. Fraude, firma chimba, la vea, pero nada, no vemos luz. Luz. ¡Dispara! Ahora sí
si lo vamos a tumbar. ഓ Equipo, lo enfrentaremos juntos. Es un ataque múltiple. സൂപ്പർ മസ്റ്റാഷ്. Ciberhackeo. Bombazo. Eso es desgraciado. Es el dron electromagnético. A sus puestos. Si de los lados, yo me encargo. ഓ ഓ ഓ ¡Teorio Super Bigote! സൂപ്പർ ബിഗോത്തെ എന്ന് പറഞ്ഞാൽ Super- അദ്ദേഹത്തിന് super സ്വന്തം അതിലെ എല്ലാ കാർട്ടൂണിലും തന്നെ അമേരിക്ക വരുന്നു, ബോംബിടുന്നു, അല്ലെങ്കിൽ അവർക്ക് സാങ്ഷൻ കൊടുക്കുന്നു, അപ്പോൾ ബിഗോത്തെ വന്ന എല്ലാവരെയും. പക്ഷെ ഇതിൻ്റെ ഞാൻ യൂട്യൂബിൽ കണ്ട് ഈ കാർട്ടൂണുകളൊക്കെ 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താഴെ ഒരാൾ ചോദിച്ചു എന്താണ് ഈ കാർട്ടൂൺ എപ്പോഴും 1 മിനിറ്റേ ഉള്ളല്ലോ. അപ്പോൾ അതിന് ഒരു റിപ്ലൈ ആയിട്ട് ഒരാൾ പറഞ്ഞ 1 മിനിറ്റേ അവർക്ക് കറണ്ട് ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാർട്ടൂൺ കണ്ടു തീർക്കണം. അതാണ്. അപ്പൊ ഈ സമയത്തൊക്കെ ഇവിടെ സ്റ്റേറ്റ് പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്നു. അപ്പോഴും കൺട്രി അടിപൊളിയാണെന്ന് തന്നെ ഇദ്ദേഹം ഒരു പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരുന്നു എന്ന് ജസ്റ്റ് തമാശക്ക് പറയണം. പക്ഷെ അതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതാണ് ഇപ്പൊ പൊളിഞ്ഞത്. ആ പൊളിഞ്ഞത്. ഒരു മിനിറ്റ്, എന്താ മുന്നോട്ട് പോകുന്നില്ല, ഒരു മിനിറ്റ്. ആ അപ്പം മദൂരോൻ്റെ ഇറയിൽ വീണ്ടും കുറച്ചും കൂടി ഷാവേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അദ്ദേഹം കുറച്ചും കൂടി ഒരു ചെറ്റയായിരുന്നു എന്ന്, സോറി ഫോർ ദ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ലാംഗ്വേജ്, ആയിരുന്നു എന്ന് കുറച്ചും കൂടി നമുക്ക് നോക്കാം. സുപ്രീം കോർട്ടിന് അദ്ദേഹം മൊത്തം ലോയലിസ്റ്റുകളായിട്ട് വെക്കുകയാണ്. ഈ സമയത്താണ് അദ്ദേഹം വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി നടത്തുന്നുണ്ട്. 2017 അവിടെ ഒരു പാർലമെൻ്ററി എലക്ഷൻ നടക്കുന്നുണ്ട്. ഇത് പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ മാതിരി അല്ല, പ്രൈം മിനിസ്റ്റർ പോലെയല്ല. അവിടെ പാർലമെൻറ്റിലേക്ക് സെപ്പറേറ്റ് ഇലക്ഷൻ വരും. പ്രസിഡന്റിന് അവർ ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ട് പ്രസിഡന്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ പാർലമെൻ്ററി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഓപ്പോസിഷൻ പാർട്ടിയാണ് പാർലമെൻറ്റിൽ ഇലക്ഷനിൽ ജയിക്കണത്. അപ്പം അല്ലെങ്കിൽ മെജോറിറ്റി അവർക്കാണ് കിട്ടുന്നത്. അപ്പം മദൂരോ എന്ത് പറയണേ, നാഷണൽ അസംബ്ലി എന്നാണ് അവരുടെ ആ പാർലമെൻ്ററി സിസ്റ്റം. അപ്പോൾ മദൂരോ പറയും നാഷണൽ അസംബ്ലി ഇനി ഇല്ല, ഇനി മുതൽ ഞാൻ സ്വന്തം ഉണ്ടാക്കി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതാണ് ഇനി മുതൽ അസംബ്ലി. ഓക്കെ, നാഷണൽ അസംബ്ലി അതൊക്കെ ഇല്ല, അതൊക്കെ പാക്ക് യുവർ ബാഗ്സ് എന്നാണ് അദ്ദേഹം നാഷണൽ അസംബ്ലിനോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അത് എന്തിനാണ് അത് ചെയ്യുന്നത്? കാരണം ഓപ്പോസിഷൻ അവരുടെ ഈ അസംബ്ലി കൺട്രോൾ ചെയ്താൽ അദ്ദേഹത്തിന് ഇതുമാതിരിയുള്ള തറപ്പണികൾ എടുക്കാനുള്ള കൺട്രോൾ കുറയും. അത് ഒഴിവാക്കാൻ വേണ്ടി സുപ്രീം കോർട്ട് വഴി അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അമെൻഡ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു അസംബ്ലി ഉണ്ടാക്കി മൊത്തം കൺട്രോൾ ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ ഇലക്ഷൻ അതോറിറ്റി, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള സംഭവമുണ്ടല്ലോ, അതും അദ്ദേഹം കൺട്രോൾ ചെയ്യാണ്. അതോടുകൂടി പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട് ഈ സമയത്ത്. അദ്ദേഹത്തിന് ഈ ഭയങ്കര ലോയൽ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഇതുണ്ടായിരുന്നു. അത് ഇപ്പോഴും നമ്മൾ നേരത്തെ കണ്ട് പിടിക്കാൻ പോയപ്പോഴും അദ്ദേഹത്തിന് മിലിറ്ററി മിലീഷ മാതിരിയുള്ള അവർ ഉപയോഗിച്ചിട്ട് ഓൾ ടൈപ്സ് ഓഫ് പ്രൊട്ടസ്റ്റുകൾ ഓപ്പോസിഷൻ ഭയങ്കരമായിട്ട് അജിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. എന്ത് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്, സ്വന്തം അസംബ്ലി എല്ലാം ഉണ്ടാക്കാന്ന് വെച്ചാൽ വെറുതെ അവർ മിണ്ടാതിരുന്നൊന്നുമില്ല. ദേ ട്രൈ ടു പ്രൊട്ടസ്റ്റ് ആൻഡ് അജിറ്റേറ്റ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ മിലിറ്ററി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആൻഡ് ദേ സപ്രസ്ഡ് ഓൾ പ്രൊട്ടസ്റ്റ്. പിന്നെ ഒരുപാട് ആർബിട്രറി ആയിട്ട് ആരെങ്കിലും ഉയർന്നു വരുന്നുണ്ട് ഓപ്പോസിഷൻ എന്നെങ്കിൽ അവരെ ജസ്റ്റ് എടുത്തോണ്ട് പോവുക, അവരെ ഡിസ്ക്വാളിഫൈ ആക്കുക, ടോർച്ചർ ചെയ്യുക, അവർ പിന്നെ ഗായബാവുക, പിന്നെ അവരെ കാണാനില്ല. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ UN ആ സമയത്ത് ഇതൊക്കെ ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ആണെന്ന് UN ആ സമയത്ത് പറയുന്നുണ്ട്. ആ സമയത്താണ് സാങ്ഷൻസ് അധികമാണത്. ഓക്കെ, ഈ ഒരു 2017-18 കാലഘട്ടത്തിൽ പല കൺട്രീസും US ഉൾപ്പെടെ, ബിക്കോസ് ഹി വാസ് ഡൂയിങ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, എല്ലാവരെയും സപ്രസ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളൊരിതിൽ. അപ്പോൾ UN റിപ്പോർട്ട്സ് ഉണ്ട് സൈറ്റിംഗ് ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഉണ്ട്. പിന്നെ കുറച്ചുകൂടി നമുക്ക് നോക്കാം അദ്ദേഹം എങ്ങനെയാണ്. ചിലവരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അമേരിക്ക എങ്ങനെയാണ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റ് ആയ ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ പിടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റ് ആയതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കല്ലേ. അപ്പോൾ 2015 മുതൽ അദ്ദേഹം എങ്ങനെ ഡെമോക്രസിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരുന്നു. 2015 ഞാൻ പറഞ്ഞു പാർലമെൻ്ററി ഇലക്ഷൻ നടന്നിരുന്നു. 2/3 മെജോറിറ്റിയെ മറ്റേ പാർട്ടിയെ കിട്ടിയത്. അപ്പം മദൂരോ പാരലൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കുന്നു. എന്നിട്ട് 2018 എന്തുണ്ടായി, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നു, മദൂരോ ജയിക്കുന്നു.
മധുരോ ജയിക്കുന്നത് എല്ലാവരും പറഞ്ഞു മധുരോ ചീറ്റ് ചെയ്തിട്ടാണ് അൺഫെയർ ആയിട്ടാണ് ജയിക്കുന്നത്. കാരണം എന്താ, ഓപ്പോസിഷൻ പാർട്ടികളെല്ലാം മൊത്തം ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്യും, എന്തെങ്കിലുമൊക്കെ കേസിൽ പെടുത്തും. നമ്മുടെ ED വന്നു, അവർ വന്നു എന്നൊക്കെ പറയുന്ന അതിൻ്റെയൊക്കെ ഒരു ഓൺ സ്റ്റെറോയിഡ്സ്. അവർക്കൊന്നും മത്സരിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. ഓക്കെ, എന്നിട്ട് മൊത്തമായിട്ട് അവരെ ബാൻ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഓബ്വിയസ്ലി അയാൾ തന്നെ ജയിക്കില്ല 2018. സോ ദിസ് വാസ് വൈഡ്ലി കോൺടെസ്റ്റഡ്, അദ്ദേഹം എങ്ങനെയാണ് 2018 ജയിച്ചതെന്ന്. അപ്പം 2019 പുതിയ സെക്കൻഡ് ടേം അദ്ദേഹം വരുന്ന സമയത്ത് വാൻ ഗ്വായ്ദോ എന്ന് പറഞ്ഞ ഓപ്പോസിഷൻ പാർട്ടി, അതായത് അവർ പറയുന്നുണ്ട് ഞങ്ങൾ നാഷണൽ അസംബ്ലിയിൽ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഞാനാണ് ഇനി മുതൽ ഇൻട്രീം പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് വാൻ ഗ്വായ്ദോ പ്രസിഡന്റായിട്ട് സ്വന്തം വരുന്നുണ്ട്. എന്നിട്ട് സ്വന്തം വരുന്നത് മാത്രമല്ല, US, യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഗ്വായ്ദോനെ പ്രസിഡന്റായിട്ട് ആ സമയത്ത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് 2018. സോ മധുരോ പറയാണ് ഞാനാണ് ജയിച്ചത്, ഓപ്പോസിഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ജയിക്കണത് ആവോ, പക്ഷെ ജയിച്ച്. അതേസമയം പാരലായിട്ട് ഗ്വായ്ദോനെ ഓൾമോസ്റ്റ് 60 കൺട്രീസോ മറ്റോ ഗ്വായ്ദോയാണ് പ്രസിഡന്റ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ 2020 വീണ്ടും പാർലമെന്ററി ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഓപ്പോസിഷൻ പറയുന്നത് ഇത് ഇക്കളിക്ക് നമ്മളില്ല എന്ന് പറയുന്നുണ്ട്. ഇതെന്ത് നിങ്ങളെല്ലാവരും നമ്മൾ അറസ്റ്റ് ചെയ്തോണ്ട് നമ്മളില്ല, നമ്മൾ ഇലക്ഷൻ തന്നെ മൊത്തമായിട്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. അതെന്ത് ഇലക്ഷനാണ്? അപ്പൊ പിന്നെ എന്തുണ്ടാവും, ഓപ്പോസിഷൻ ഇല്ലാതാവുമ്പോ പിന്നെ മറ്റേ പാർലമെന്റ് നാഷണൽ അസംബ്ലിയിൽ തന്നെ മധുരോന്റെ പാർട്ടി മെജോറിറ്റി ആയിട്ട് വരുന്നത്. എന്താ കളി? ബ്യൂട്ടിഫുൾ ഡെമോക്രസി, ബ്യൂട്ടിഫുൾ ഡെമോക്രസി അല്ലേ? അന്നേരം പറയാം എന്താ ഡെമോക്രസി ആണത്രേ, എന്ത് ഡെമോക്രസി? പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 2024 കഴിഞ്ഞ കൊല്ലം നടന്ന ഇലക്ഷനിൽ വീണ്ടും കീ ഓപ്പോസിഷൻ ഫിഗേഴ്സ്. അപ്പം എന്നാണ് നമ്മൾ ഇവരെ ഓർക്കേണ്ടത്. മറിയ മച്ചാഡോ, ഇവരായിരുന്നു ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഇവർക്ക് ഓൾമോസ്റ്റ് 90% അവരുടെ കൺട്രിയിലുള്ള ആൾക്കാർ ഇവരാണ് സപ്പോർട്ട് ചെയ്തെന്നുള്ളതിന് പ്രൂഫ് ഉണ്ട്. പക്ഷെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, അവരെ ബാർ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് മധുര പിന്നെയും അടിപൊളി, മധുര പിന്നെയും 2024 ജയിക്കണം. എന്താ ചെയ്യാല്ലേ? ആൻഡ് അഗെയിൻ ദേ വർ വൈഡ്ലി കോൺടെസ്റ്റഡ് ആ റിസൾട്ട്സ് ഒക്കെ. അതിന് അവർക്ക് ഈ VVPATമാരുള്ള റെസീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അവർ കാണിച്ചു, നിങ്ങളല്ല ജയിച്ചത് എന്നുള്ള തെളിവ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്റർനാഷണൽ ബോഡീസ്. പക്ഷെ മധുര അംഗീകരിച്ചു കൊടുക്കുമോ? അപ്പം നിങ്ങൾ നോക്കുക, അയാൾ വന്നത് മുതൽ ചെയ്ത കാര്യങ്ങൾ, ഇലക്ഷൻ എങ്ങനെ ഹൈജാക്ക് ചെയ്തു, ഇതാണ്. ബാലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇറ്റ് വാസ് നോട്ട് എ ഡെമോക്രസി, ഹി വാസ് എ ഡിക്റ്റേറ്റർ. അത് നമ്മൾ അങ്ങനെ തന്നെ പറയണം, ഈ മധുരോ വാസ് എ ഡിക്റ്റേറ്റർ. എന്തെങ്കിലും സംശയം ഉണ്ടായി? ഒരു സംശയമില്ല. അപ്പോൾ ഈ ഡിക്റ്റേറ്ററിനെയാണ് ഇവരെ ബാൻ ചെയ്യുന്നത്. ഇവർ പിന്നെ ഒളിവിൽ അണ്ടർഗ്രൗണ്ടിൽ പോകുന്നു. ഇവർക്ക് പിന്നെ നോബൽ സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട്. ഭയങ്കര ധൈര്യമുള്ള ഒരു വനിതയാണ് ഇവർ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക്. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടല്ലോ, ഓയിലൊക്കെ തീർന്നു, ഓയിലൊക്കെ കുളം തോണ്ടി, ഇനി അതിൽ നിന്ന് പൈസ ഒന്നും വരാനില്ല. അപ്പോഴാണ് ഇദ്ദേഹം എന്തിലേക്ക് കടക്കുന്നത്? ഡ്രഗ് ഡീലിങ്ങിലേക്ക്, ഡ്രഗ്സ് കടത്താൻ വേണ്ടിയിട്ട്. അത് ചെയ്യാൻ തുടങ്ങുമ്പം നമ്മുടെ അമേരിക്ക പറയും, എന്ത് പറയും, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് അമേരിക്ക പറയും, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്, അത് ഞങ്ങൾ ചെയ്യില്ല, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് മധുരോയ്ക്കും അവിടുത്തെ സീനിയർ ഓഫീഷ്യൽസിനും എഗെയിൻസ്റ്റ് ഡ്രഗ് കാർട്ടൽസ് നടത്തുന്നുണ്ട് എന്ന ചാർജിൽ ഇൻഡൈറ്റ് ചെയ്യാണ് അവരെ. കാർട്ടൽസ് ഓഫ് ദ സൺസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു എക്സ്ട്രീംലി കണക്റ്റഡ് ഒരു നെറ്റ്വർക്ക് അവർക്ക് ഉണ്ട്. ടോപ്പ് ഒഫീഷ്യൽസ്, മധുരോൻ്റെ ഭാര്യ, അവരുടെ ക്ലോസ് അലൈസ് എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദേവർ കൊക്കെയിൻ കടത്തുന്നുണ്ട് US-ഉം മറ്റ് സ്ഥലങ്ങളിലേക്കും വയ കൊളംബിയ വയ വെനസ്വേല അങ്ങനെയൊക്കെ കടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആ സമയത്ത് വെനസ്വേലയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു, ദ ബ്രിഡ്ജ് എന്ന്. പല സ്ഥലങ്ങളിലുള്ള കൊക്കെയിൻ ഇവിടെ എത്തണമെങ്കിൽ വെനസ്വേല വഴി പോകണം. ഓക്കെ, അങ്ങനെ ഒരു മേജർ ഡ്രഗ് ട്രാൻസിറ്റ് ഹബ്ബായിട്ട് മാറുകയാണ് വെനസ്വേല. അതിൻ്റെയൊക്കെ എവിഡൻസും ഉണ്ട്. അവരുടെ ഈ ഡ്രഗ് കാർട്ടൽ ഗ്യാങ്ങിന്ന് പിരിഞ്ഞു പോയ ആൾക്കാരുടെ ടെസ്റ്റിമോണീസ് ഉണ്ട്, പിന്നെ ഇൻ്റലിജൻസ് ഇൻ്റർസെപ്റ്റ്സ്, അതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ട് ഇതിന് തെളിവായിട്ട്. അല്ലാണ്ട് പലരും പറയുന്നുണ്ട് ഇത് ചുമ്മാ അലഗേഷനാണ്, മധുര സമ്മതിക്കുമോ? ഞാൻ ഡ്രഗ് എടുത്തിട്ടുണ്ട്, മധുര സമ്മതിക്കുമോ? മധുര ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. അതൊക്കെ ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അയാൾ ഡിനൈ ആണ് ചെയ്തത് ന്യൂയോർക്കിൽ ട്രയലിൽ. ഓക്കെ, അങ്ങനെ. പക്ഷെ മധുര ഇതിൽ ഉൾപ്പെട്ടിരുന്ന മധുര വാസ് ഇൻ ഡയറക്റ്റ് കമാൻഡ്. അതാണ്, ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരി ഡയറക്റ്റ് കമാൻഡിൽ ഒരു ഡ്രഗ് കാർട്ടൽ നടത്തുന്നു. ഓക്കെ, നമ്മൾ അമേരിക്കനെ പറ്റിയൊരു ജോക്ക് ഉണ്ട്. എന്താണ്? അമേരിക്ക ഇസ് എൻ ഓയിൽ കമ്പനി വിത്ത് എൻ ആർമി, അങ്ങനെ പറയും. അമേരിക്ക ഇസ് എൻ ഓയിൽ കമ്പനി വിത്ത് എൻ ആർമി. പക്ഷേ വെനസ്വേല ഇസ് എ ഡ്രഗ് കാർട്ടൽ വിത്ത് ഓയിൽ.
ഓക്കെ. ഓക്കെ. അപ്പം ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നു. അദ്ദേഹത്തിനെ മീൻസ് ബൗണ്ടി എത്രയോ മില്യൺ ഡോളർ അദ്ദേഹത്തിൻ്റെ മുകളിൽ ബൗണ്ടി വെക്കുകയാണ് ആര് US. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ പവറിൽ തൂങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യം വരികയാണ്. ഹി ഹാസ് ടു സ്റ്റേ ഇൻ പവർ. ദ മൊമെൻറ്റ് ഹി സ്റ്റെപ്സ് ഡൗൺ ഹി വിൽ ബി ടേക്കൺ അവേ. സോ അയാൾ പല്ലു നഖവും ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്താലും അയാൾ അധികാരത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ആള് തീരുമാനിച്ചതാണ്. ദാറ്റ് വാസ് വാട്ട് വി വർ സീയിങ് അല്ലേ? അപ്പോൾ അപ്പോൾ അവിടെ തുടർന്നുകൊണ്ട് ഈ നാർക്കോ ടെററിസം തുടരുകയും ചെയ്യുമായിരുന്നു. നാർക്കോ ടെററിസം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതോറിറ്റേറിയൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് എല്ലാ സിസ്റ്റംസും ആർക്കും അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഗ്യാങ് പോലെ. ഹി വാസ് റണ്ണിങ് എ ഗ്യാങ് ഓവർ ദെയർ. വേറെ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അപ്പോൾ ഈ അവസരത്തിൽ ആരിഫ്, എനിക്ക് സോഷ്യലിസ്റ്റുകൾ കമന്റ് ബോക്സിൽ സോഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടോ? ഇല്ലേ? എല്ലാവരും അറിയാം. ഇല്ല, കാക്കാമാർ മാത്രമേ ഉള്ളൂ. കാക്കാമാർ എന്തിനാണ് ഇതിൽ കുരുപൊട്ടണത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചുവപ്പും പച്ചയും ഒന്നാണല്ലോ. ഇത് പറയുമ്പോൾ കുരുപൊട്ടണ മുഴുവൻ കാക്കാമാർക്കാണ്, വേറെ ആർക്കുമല്ല. എന്നാൽ നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ സോഷ്യലിസ്റ്റുകൾക്ക് വേണ്ടി ഉത്തരം പറയൂ അല്ലേ? അപ്പം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ ഭരണാധികാരി ഇലക്ഷൻസ് റിഗ് ചെയ്യുന്നു, ഓപ്പോസിഷന് എല്ലാ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരൊക്കെ ജയിലായിരുന്നു, ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഒരു പാർലമെൻറ്റും ഉണ്ടാക്കുന്നു. അതാണോ സോഷ്യലിസം? നിങ്ങൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുമെന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ആരിഫ് ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യും? ഞാൻ കുറച്ച് കാലം അതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായി ഇത് ഈ സാധനം ഇതാണെന്ന്. അപ്പം ഞാൻ ഒഴിവാക്കി. ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് ബട്ട് ഐ എം എ സോഷ്യലിസ്റ്റ് എന്നായിരുന്നു ഞാൻ കുറേ കാലം പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇത് രണ്ടും കണക്കാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങളൊരു ഹൈറാർക്കി സിസ്റ്റം, ഒരു റൂളർ ഉണ്ടാവണം, അതൊന്നും നിങ്ങൾ ക്ലാസ് ഡിവൈഡ് അതൊന്നും പാടില്ലല്ലോ. പക്ഷെ മദൂരോ എന്താണ് ചെയ്യുന്നത്? ഹി വാസ് അറ്റ് ദ ടോപ്പ്, ഹി വാസ് എ ഡിക്റ്റേറ്റർ ആൻഡ് ഹി വാസ് എ ഇൻഡെഫിനിറ്റ് ഡിക്റ്റേറ്റർ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഹി വാസ് നെവർ ഗോയിങ് ടു സ്റ്റെപ്പ് ഡൗൺ. അയാൾ മരിക്കണവരെ ആൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യില്ല, അത് ഉറപ്പായിരുന്നു. അങ്ങനെയുള്ള ഒരു ഓട്ടോക്രാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ സോഷ്യലിസം എന്ന് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം. അതായത് അമേരിക്കയുടെ നടപടി ശരിയോ തെറ്റോ എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തിനാണ് ഇത് ഇത്രയും പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒക്കെ വരുന്നു. ഈ വിഷയം എല്ലാം മറച്ചു വെച്ച് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച വിഷയം എന്താണെന്നുള്ളത് ഒരിക്കൽ പോലും ചർച്ചയാക്കാൻ പോലും സമ്മതിക്കാതെ ഇത് സോഷ്യലിസത്തിൻ്റെ പരാജയമാണ് എന്ന്, അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, ഇതാണ് ഇവിടെ കാണുന്നത്. അത് നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറയേണ്ടി വന്നത്. പിന്നെ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. നേരത്തെ ആരിഫ് പറഞ്ഞ ക്ലാസ് ഡിവൈഡ് നമ്മൾ കണ്ടു. വെനസ്വേലയിൽ 2 വെനസ്വേല ഉണ്ടായിരുന്നു, എലീറ്റ്സും പുവർ പീപ്പിളും. ആൻഡ് ഇറ്റ് വുഡ് ഹാവ് കണ്ടിന്യൂഡ്, ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. മാസ് പോവർട്ടി ഉണ്ടായിരുന്നു, അതേ സമയത്ത് തന്നെ വെൽത്തി റിച്ച്. അതൊന്നും തന്നെ കമ്മ്യൂണിസം സോഷ്യലിസം ഉള്ള സമയത്ത് മാത്രമാണ്, ഈ ക്യാപിറ്റലിസ്റ്റുകൾ ഇല്ലാത്ത സമയത്താണ്. അതെ അതെ അതാണ്. അപ്പോൾ അതെങ്ങനെ സോഷ്യലിസ്റ്റ് ആവും എന്ന് എൻ്റെ പൊട്ടബുദ്ധിയിൽ വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ, ക്ഷമിക്കുക. പിന്നെ ഫ്രീ സ്പീച്ച് ഇതൊക്കെയാണല്ലോ വേറൊന്ന് ലെഫ്റ്റുകൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന. ഫ്രീ സ്പീച്ച് ഉണ്ടാവണം, എന്തും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവണം, എല്ലാവർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, സമരങ്ങളെ ഇത്രയും അടിച്ചമർത്തിയ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതും സോഷ്യലിസം ആണോ? ഇനി ബൊളിവേറിയൻ സോഷ്യലിസം അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങ് ദുബായിലെല്ലാം വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ്. അതെ, വെനസ്വേലയിൽ ഇതൊക്കെ ആവാം, എന്തും ആവാം അല്ലേ? അതെ. പിന്നെ ഇത് പറഞ്ഞ അല്ല, ഇത് ഇപ്പം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്, വെനസ്വേല അവിടെ ഈ രൂപത്തിലേക്ക് അധപ്പതിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരുന്ന കറപ്ഷൻ, അവരുടെ റോങ് പോളിസീസ്, അതുപോലുള്ള കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനം അവർ പിന്തുടർന്നത് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലുള്ള സംഗതിയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ എടുത്തു വെച്ചിട്ട് പറയാണ്, ഇത് സോഷ്യലിസം അപ്ലൈ ചെയ്താൽ ആ നാട് കുട്ടിച്ചോറാവും എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നൊരു സാധാരണ സൈക്കിൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു നാട്ടിൽ സോഷ്യലിസം നടപ്പിലാക്കുന്നു, അത് തകരുന്നു, നാട്ടുകാർ പട്ടിണി കിടന്ന് ചാവുന്നു, അല്ലെങ്കിൽ നാട് വിട്ടോടുന്നു. ഇപ്പോൾ വെനസ്വേലയിൽ കാണും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ പറയും അതെ ഇതാണ് സോഷ്യലിസത്തിൻ്റെ കുഴപ്പമെന്ന് പറയുമ്പോൾ അവർ പറയും അത് ഞങ്ങൾ ഉദ്ദേശിച്ച സോഷ്യലിസം ഇതായിരുന്നില്ല, അത് ഒറിജിനൽ, അത് ശരിക്ക് ഒറിജിനൽ ഇസ്ലാം ഇതല്ല എന്ന് പറയുന്ന മാതിരി ഇത് യഥാർത്ഥ സോഷ്യലിസം അല്ല. അതെ, അവർ യഥാർത്ഥ സോഷ്യലിസ്റ്റുകളുമല്ല,
അവിടെ അപ്ലൈ ചെയ്തത് യഥാർത്ഥ സോഷ്യലിസം അല്ല. എന്നാൽ പിന്നെ ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് നാട്ടുകാർക്ക് ഗുണമുണ്ടായ എക്സാമ്പിൾ ഒരു പഞ്ചായത്തിൻ്റെങ്കിലും പേര് പറയൂ എന്ന് പറയുമ്പോൾ അതില്ല. ഇതാണ് ഈ സ്ഥാനത്തിനുള്ള പൊതുവായിട്ടുള്ള കുഴപ്പം. നമ്മൾ എപ്പോഴും പറയാറുള്ള മാതിരി പച്ചയ്ക്കും ചുവപ്പിനും ഇത് തന്നെയാണ്, ഒരേ ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിക്കാറ്, ഒരേ ഉത്തരം തന്നെയാണ് നമുക്ക് കിട്ടാറ്. ഒരു പഞ്ചായത്തിൻ്റെ പേര് പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, ഒരു സ്ഥലത്ത് പോലും അത് വിജയിച്ചിട്ടില്ല. നമ്മളുടെ ജലാൽ എന്ന് പറയുന്ന ഒരു കമ്മിക്കോയ ഇവിടെ നമ്മൾ വിളിച്ചു തോർക്കുന്നുണ്ടാവും. അപ്പോൾ ആളോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നു, മൈഗ്രേഷൻ നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലേക്ക് പോകാത്തത്? അവർ അമേരിക്കയിലേക്ക് പോകുന്നു, യൂറോപ്പിൽ പല രാജ്യങ്ങളിലേക്ക് പോകുന്നു, ഈവൻ പോളണ്ടിലേക്ക് വരെ പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് ഒരു ആൾ ക്യൂബയിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ടൊരാൾ വെനിസ്വേലയിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ടൊരാൾ നോർത്ത് കൊറിയയിലേക്ക് പോകുന്നില്ല? സൗത്ത് കൊറിയയിലേക്ക് പോകുന്നുണ്ട്, നോർത്ത് കൊറിയയിലേക്ക് എന്തുകൊണ്ടൊരാൾ മൈഗ്രേറ്റ് ചെയ്യുന്നില്ല? അപ്പോൾ നിങ്ങൾ പറയുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഒരു സ്വർഗമാണ്, ആളുകൾക്ക് അത്രയും വലിയ ഗുണമുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് അവിടെ പോകാൻ പറ്റാത്തത്? പോയാൽ പട്ടിണി കിടന്ന് ചാവും, അവരും പട്ടിണി കിടന്ന് ചത്തുകൊണ്ടിരിക്കുകയാണ്, കൂടെ കിടന്ന് ചാവാം, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു സാധനമല്ല ഇത്. മനുഷ്യന് ഒരു തരത്തിലും ഗുണമുണ്ടാക്കുന്ന കാര്യമല്ല ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും എന്ന് പറയുന്നതിൻ്റെ ഒരു നേർചിത്രം, അല്ലെങ്കിൽ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അമേരിക്ക നടത്തിയ നടപടി, അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ സാധനത്തിന് ഇതുപോലെ വെള്ള പൂശിക്കൊണ്ട് അമേരിക്കയെ പഴിചാരിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സാധനത്തെ വെളുപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ വെളുപ്പിച്ചെടുക്കുന്ന ഒരു കുൽസിത ശ്രമം അത് ഇനി സമ്മതിക്കില്ല. അതിവിടെ നമ്മളൊന്ന് എക്സ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. സോഷ്യലിസം അമ്പെ പരാജയപ്പെടുന്ന ഒരവസ്ഥ വെനിസ്വേലയിൽ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു. യെസ്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. വെനിസ്വേലയിൽ സോഷ്യലിസം മൊത്തം കുളമാക്കിയെന്ന് നമ്മൾ കണ്ടു. മദൂരോ എത്ര നീചനായിരുന്നു എന്നും നമ്മൾ കണ്ടു. ഓക്കെ, മദൂരോനെ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചു. പക്ഷേ ഇനി നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാലും അമേരിക്ക ചെയ്തത് ശരിയാണോ? ഇതൊക്കെ ശരി തന്നെ, സോഷ്യലിസം ആണ് കൊളാക്കിയത്, മദൂരോ അത്ര നല്ല നീറ്റായിരുന്നില്ല, എങ്കിലും US ആക്ഷൻസ് ജസ്റ്റിഫൈഡ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അല്ലേ ആരിഫ്? അപ്പം അതിൽ തീർച്ചയായിട്ടും ഒരു വിഷയം വിശകലനം ചെയ്യുമ്പോൾ അതിൽ പ്ലസ്സും മൈനസും ഉണ്ടാവും. അപ്പം ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് US എടുത്തുകൊണ്ട് വന്നു, ഓക്കെ, അത് ഇപ്പോഴല്ലെങ്കിലും പിന്നീടെങ്കിലും അവിടെ ഒരു ഡെമോക്രസിയും ഓതോറിറ്റേറിയൻ റൂളും അവസാനിക്കാൻ അതൊരു നിമിത്തമാവാലോ. അപ്പം അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കണ്ടുകൂടെ അല്ലേ? പിന്നെ എന്താ ചിരിച്ചേ? അല്ല, കണ്ടുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പ്രോപ്പർ ചാനൽ, അതാണ് അവിടുത്തെ പ്രശ്നം. അത് നമ്മൾ വരും നെഗറ്റീവിൽ അത് നമ്മൾ പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെനിസ്വേല നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഹൈൻസൈറ്റിലെ കാര്യങ്ങൾ കാണണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ വാല്യൂ കൊടുത്തുകൊണ്ട് വേണം അതിനെ കാണാൻ. കാരണം ഓൾറെഡി അത് നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന വിഷയം, അവിടെ ആളുകൾ ആവശ്യപ്പെടുകയാണ്, USA പ്ലീസ് കം, ഒന്ന് ബോംബ് ചെയ്യൂ, ആ ഖൊമൈനിനെ ഒന്ന് കൊന്നു തള്ളൂ, അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകൂ, നിങ്ങൾക്ക് അവിടെ ചെയ്യാമെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്ത് ഒന്ന് കാണിക്കൂ. ഇതവർ ആവശ്യപ്പെടുകയാണ്. അവിടുത്തെ ആളുകൾ പറയുന്നു, അവിടുത്തെ പഹൽവി അത് ആവശ്യപ്പെടുന്നു, റെയ്സ പഹൽവി, അങ്ങനെ പല ആളുകൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അമേരിക്ക ചെയ്തിട്ടില്ല. അമേരിക്ക ചെയ്താൽ എന്താണ് ഉണ്ടാവുക? അവിടെ ഈ പ്രൊട്ടസ്റ്റുകൾ നിൽക്കും, പല മാറ്റങ്ങളുണ്ടാവും, ആളുകളുടെ ഇനിയും കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ ഒഴിവാവും. ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്നത് അവരുടെ വേജിങ് വാർ അഗെയിൻസ്റ്റ് ഗോഡ് എന്ന് പറയുന്ന 5:33 ആ സാധനം പറഞ്ഞിട്ടാണ് അവിടെ ആളുകളെ കൊല്ലുകയും കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടുകയും ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കാനുള്ളൊരു സാധ്യതയാണ് അവിടെ തെളിയുക. ആളുകൾക്ക് കൂടുതൽ ശാന്തത കൈവരിക്കാൻ കഴിയും. അപ്പോൾ അത് ചെയ്താൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെനിസ്വേലയിൽ നടന്നത് ചർച്ച ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസമായിട്ട് നമുക്ക് കാണേണ്ടത്. ഇത് ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ളതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് സംഭവിച്ചാൽ നല്ലതാണ് എന്നുള്ളതും സംബന്ധിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ. അവിടെയാണ് ചില ന്യൂവാൻസസ് നമ്മൾ എക്സ്ട്രാ പറയേണ്ടി വരിക. അത് നമുക്ക് ലാസ്റ്റ് പറയാമെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതൊരു ക്രിമിനൽ നാർക്കോ സ്റ്റേറ്റ് ആയിരുന്നു, അതും ഡിസ്മാൻഡിൽ ചെയ്യാൻ ഇദ്ദേഹമായിരുന്നു അതിൻ്റെ കിങ് പിൻ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഡിസ്മാൻഡിൽ ചെയ്യാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ മൂന്നാമത്തെ പോയിന്റ് ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അമേരിക്കക്കാരെ നോക്കുമ്പം അമേരിക്കക്കാർക്ക് വേണമെങ്കിൽ പറയാം, ഇത് അമേരിക്കക്കാരുടെ ലീഡർ ഒരു സ്ട്രോങ് ലീഡർ ആണെന്ന് മൊത്തത്തിൽ ലോകത്തെ കാണിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞു. അത് സാധിക്കും. അതന്നെ
അമേരിക്ക വിചാരിച്ച അമേരിക്കക്ക് എന്തും ചെയ്യാൻ പറ്റും. ബൈഡന്റെ മാതിരി ഒരു വീക്ക് ലീഡർ അല്ല. ട്രംപ് പറഞ്ഞ പോലെ പറഞ്ഞ ദിവസം തന്നെ ചെയ്യും എന്ന് അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് നല്ലതാണോ ചീത്തയാണോ അത് നമുക്ക് വിശകലനം ചെയ്യാം. പക്ഷെ അമേരിക്കയുടെ സ്റ്റാൻഡ് പോയിന്റിൽ നമ്മുടെ മാഗ ടീംസ് ഒക്കെ അവർ അങ്ങനെ പറയും. പിന്നെ അത് മാത്രമല്ല, ഇതുപോലുള്ള മറ്റ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് അവർക്ക് മനസ്സിലാവാണ് നമ്മൾ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയതുകൊണ്ട് മാത്രം അമേരിക്ക നമ്മളെ തൊടാതിരിക്കുകയൊന്നുമില്ല. ഇപ്പം ഖൊമേനിക്കൊക്കെ നല്ല പേടി ഒടുങ്ങിയിട്ടുണ്ടാവും അല്ലേ, അവയാളെ വേണമെങ്കിൽ അമേരിക്ക എടുത്തുകൊണ്ട് പോകും വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിഗ്നൽ, ഡിറ്ററൻസ് ബേസിക്കലി. പിന്നെ ഇതിൽ ഇവിടെ ഒരുപാട് വെസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ നാട്ടിൽ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് വെനിസ്വേല. ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു ത്രെറ്റ് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെനിസ്വേലയുടെ ടൈസ് ആരൊക്കെ ആയിട്ടായിരുന്നു? ഇറാൻ, ഓക്കെ, റഷ്യ, ചൈന. ഈ 4 പേരും കൂടി അവിടെ ഒരു നെക്സസ് ആയിരുന്നു. ചൈനയ്ക്കൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ റഷ്യയുമായിട്ട് അവർക്ക് ആംസ് ഡീലിംഗ് ഉണ്ട്. വെനിസ്വേല നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. സോ ഇറ്റ് ഈസ് ത്രെറ്റനിങ് ഫോർ അമേരിക്ക ടു ഹാവ് എ റോഗ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ ചേർന്ന് അമേരിക്കൻ്റെ നോൺ എനിമീസുമായിട്ട് ചേർന്ന് ഡീലിങ്സ് നടത്തുന്ന ഒരു സ്റ്റേറ്റ്, ഒരു ഇതുപോലുള്ളൊരു ഭരണാധികാരിയുള്ള ഒരു സ്റ്റേറ്റ് ആ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ഒരു ത്രെറ്റ് തന്നെയായിരുന്നു. ആ ത്രെറ്റ് അവസാനിക്കുന്നത് അമേരിക്ക നോക്കുമ്പം അത് അവർക്കൊരു പ്ലസ് ആയിട്ട് തന്നെ പറയാം അല്ലേ? പറയാം. ഇനി നമ്മൾ നെഗറ്റീവ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഒരു വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ തന്നെയാണ്. ഇങ്ങനെ ഒരു രാജ്യത്ത് പോയിട്ട് അവരുടെ ഒരാളെ, ഈവൺ ഇഫ് ഹി വാസ് എ പ്രൈവറ്റ് സിറ്റിസൺ, എക്സ്ട്രഡിഷൻ റൂൾസ് ഒന്നും നോക്കാതെ പൊക്കിക്കൊണ്ട് വരുന്നത്, ഒരു പൂ പറിക്കുന്ന പോലെ പൊക്കിക്കൊണ്ട് വരുന്നത്, ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ. അത് നമ്മൾ അങ്ങനെ തന്നെ പറയണം അല്ലേ? പിന്നെ ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് വന്നതോടുകൂടി അവിടെ വെനിസ്വേലയിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്, അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ദേ ആർ ഓൾസോ ലിൽ ബിറ്റ് ആങ്ഷ്യസ്. ഇനി വാട്ട് കംസ് നെക്സ്റ്റ്? ഇനി അമേരിക്ക നമ്മളെ ഭരിക്കുമോ? അമേരിക്കനെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പവർ വാക്യൂം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെൽസി റോഡ്രിഗസ് എന്ന് പറഞ്ഞാൽ അവരുടെ വൈസ് പ്രസിഡന്റിനെയാണ്. അതിനിടയ്ക്ക് വേറെ കോൺസ്പിറസി തിയറിയൊക്കെ ഉണ്ട്. അതായത് ഡെൽസി റോഡ്രിഗസ് എന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റ് അമേരിക്കയുടെ കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തിനെ ഒറ്റിക്കൊടുത്തതാണെന്ന് വരെയുള്ള തിയറീസ് ഉണ്ട്. കാരണം അവർക്ക് ഇൻസൈഡർ ഇല്ലാണ്ട് ഇത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എങ്ങനെ നടത്താൻ പറ്റും? അപ്പോൾ കുറച്ച് ടോപ്പായിട്ടുള്ള ആൾക്കാർ ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ കണ്ട മച്ചാഡോ ഉണ്ടല്ലോ, മറിയ മച്ചാഡോ, അവർ ട്രംപിന് അത്ര വിശ്വാസം പോരാ. നമ്മുടെ നോബൽ സമ്മാനം കിട്ടിയ അവരെ തൽക്കാലം അപ്പോയിൻ്റ് ചെയ്യണ്ട, അവർ പോരാന്നുള്ളൊരു നയം ട്രംപ് എടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവിടെ ഒരു ഗവൺമെൻറ് അൺസ്റ്റേബിൾ ആവുകയാണ്, അറ്റ്ലീസ്റ്റ് ഫോർ എ ഷോർട്ട് ടേം. അതിൽ നിന്ന് അവരുടെ ജനങ്ങൾ ഇവോൾവ് ചെയ്ത് വരണം. ഓക്കെ, അവർ ഒരു ഭരണാധികാരിയെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം, എന്നാലേ ഉള്ളൂ അത് സ്റ്റേബിൾ ആവുള്ളൂ. അല്ലാതെ അമേരിക്ക അവിടെ ഇനി ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് പോയിട്ട് ഒരു പപ്പറ്റ് ഗവൺമെൻറ്, ദാറ്റ് ഹാസ് നോട്ട് വർക്ക്ഡ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ അഫ്ഗാനിസ്ഥാനിലും അവിടെയൊക്കെ കണ്ടതാണ്. അമേരിക്ക ഒരാളെ അപ്പോയിൻ്റ് ചെയ്ത് വെച്ചാൽ അത് ചിലപ്പോൾ വർക്കാവില്ല. ദേ ഹാവ് ടു ബി ഓൺ ദെയർ ഓൺ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ അമേരിക്കക്കകത്തും മൊത്തത്തിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ ചെയ്ത കാര്യത്തിന് ഉള്ള സപ്പോർട്ട് വളരെ കുറവാണ്. ബേസിക്കലി ദേ ബ്രോക്ക് ദ ലോ എന്നുള്ള ഒരു സ്ഥാനം. പിന്നെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പല ലീഡേഴ്സും നടത്തുന്നതായിട്ട് കണ്ടു. അതായത് ഇത് നമ്മൾ ഓയിലിന് വേണ്ടി പറഞ്ഞാണെന്ന് ബ്രേസൺ ആയിട്ടാണ് പറയുന്നുണ്ട്. ട്രംപ് തന്നെ പറഞ്ഞു ഞാൻ ഓയിലിന് വേണ്ടി പറഞ്ഞാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം ഫ്ലൈറ്റിൽ വെച്ച് നടത്തുന്ന ഒരു പ്രസ് കോൺഫറൻസിനിടയിൽ വേറെ ലിൻസേ ഗ്രാം ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ ട്രംപ് സൈഡിൽ കൂടി വന്നിട്ട് ഞാൻ ഓയിൽ മേടിച്ചത്. പിന്നെ അപ്പോൾ തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ ടോയ്ലറ്റിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി വന്നിട്ട് അല്ല ഓയിൽ മാത്രമല്ല അവിടെ കുറച്ച് റെയർ എർത്തും കൂടി ഉണ്ട്. അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ്, ദാറ്റ്സ് നോട്ട് കൂൾ അല്ലേ? പക്ഷെ മാർക്കോ റൂബിയോനുമാരുള്ള കുറച്ച് ആൾക്കാരൊന്നും അത് പറയുന്നില്ല. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. പക്ഷേ ഓയിൽ കമ്പനീസിന് ഓൾറെഡി അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ടു റീബിൽഡ് ദെയർ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇറ്റ് വാസ് ബ്രോക്കൺ, ഇറ്റ് വാസ് ഡിസ്ട്രോയ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിസ്മാനേജ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ കമ്പനീസ് ആർ ഓൾറെഡി റെഡി ടു ഗോ റീബിൽഡ്. സോ ഓയിൽ കമ്പനീസിന് ഇത് ബെനിഫിറ്റ്. ഞാൻ അത് പറയാം, അമേരിക്കക്ക് ഇതിൽ താല്പര്യങ്ങളുണ്ട്. നമ്മൾ അമേരിക്കക്ക് താല്പര്യമില്ല, അത് നമ്മൾ അത്രയും നൈവായിരിക്കണം, അതിൻ്റെ ആവശ്യമില്ല അല്ലേ? സോ ഓവറോൾ അമേരിക്കക്ക് താല്പര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളൊരു രാജ്യം കുട്ടിച്ചോറാക്കി അത് കോളമായി ഇരുന്നാലേ ഉള്ളൂ അമേരിക്ക അവിടെ വന്നിട്ട് ഇമാരുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അത് നമ്മൾ പറയണല്ലോ. ഇഫ് ഇറ്റ് വാസ് എ വെൽ റൺ കൺട്രി. ഇന്ത്യയിൽ വന്നിട്ട് അത് ചെയ്യില്ല.
ഇന്ത്യയിൽ വന്നിട്ട് അത് ചെയ്യില്ല, കാരണം ഇറ്റ് ഇസ് എ സ്ട്രോങ് ഡെമോക്രസി. ഇപ്പൊ നമ്മള് ഇന്ത്യ ആരിഫ് കുട്ടിച്ചോറായി ചിലപ്പോൾ ചെയ്തെന്ന് വരും. അല്ല, അന്ന് ആരിഫ് ഒരു സർക്കാസ്റ്റിക് പോസ്റ്റ് ഇട്ടല്ലേ, മോദിനെ തട്ടി. എല്ലാരും കൂടി അത് കാര്യമായിട്ട് എടുത്തിട്ട് മോദി ഞങ്ങളുടെ സ്വന്തം മുത്താണ് മോദി. അതെ, സംഗതി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ മോദിനെ തൊട്ടാലുണ്ടല്ലോ, മോദി ചങ്കാടാ ചങ്ക്. മോദിനെ ഞെട്ടിപ്പോയി. ഇത്രയും സപ്പോർട്ട് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല അല്ലെ. അതെ, അപ്പൊ ഓവറോൾ ഇതിൽ പറയാനുള്ളത് ദിസ് ഹാസ് സെറ്റ് എ ബാഡ് പ്രസിഡൻസ്. ഇനി അമേരിക്കക്ക് ഇനി ആരെയും ചോദ്യം ചെയ്യാനുള്ള ആ ഒരു മോറൽ സ്റ്റാൻഡിങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റഷ്യയൊക്കെ പുത്തിനൊക്കെ എന്ത് ചെയ്താലും അപ്പോൾ പുത്തിൻ പറയില്ല, നിങ്ങളല്ലേ വെനിസ്വേല പോയിട്ട് അവന് ഇത് ഞാൻ നാളെ സെലൻസ്കിനെ എടുത്തുകൊണ്ട് പോകും, സോ മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ എന്താ ചൈനക്ക് ചെയ്യാം, പലർക്കും ചെയ്യാം, ചൈനക്ക് ഇന്ത്യക്ക് പോലും ഇനി ചെയ്യാം. ഇനി ഇന്ത്യൻ ചെയ്യാൻ പോണത് തന്നെയാണ്. ഇന്ത്യൻ ഇപ്പം ബംഗ്ലാദേശിൽ ചെയ്യാൻ പോവാണ്. കാരണം അവിടുത്തെ നാട്ടുകാർ കഷ്ടപ്പെടുകയാണ് എന്ന് പറയും. അവിടുത്തെ ആരാണോ അതിൻ്റെ മെയിൻ ആൾ എടുത്തെങ്കിൽ കൊണ്ടുവരും, അജ്ഞാതൻ ചെല്ലും എടുക്കും, അതാണ് സംഭവിക്കുക. അപ്പോൾ ബാഡ് പ്രസിഡൻസ് ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പോലെ പറയുന്ന കാര്യം. പിന്നെ EU ഒന്നും അത്ര ട്രംപിന് അഗേൻസ്റ്റ് പറയുന്നില്ല, കാരണം ട്രംപിന്റെ ആവശ്യം അവർക്കും ഉണ്ട്. ഈ മറ്റേ ഉക്രൈൻ വാറിൽ they need American support to somehow bring that to an end. അതുകൊണ്ട് തന്നെ അവർ ട്രംപിനെതിരെ ഒന്നും വല്ലാണ്ടൊന്നും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. UN ഒക്കെ പറഞ്ഞു ഓക്കെ, പക്ഷെ ജനറലി he was able to do it. No criminal charges, no arrest warrants, nothing. പക്ഷെ അമേരിക്ക ICC ഇല്ല, അതുകൊണ്ട് കേട്ടോ. അല്ല, ICC ഉണ്ടാവണമെന്നില്ലല്ലോ, അറസ്റ്റ് വാറന്റ് അല്ലെങ്കിലും വിടാലോ. പോലീസ് സ്റ്റേഷനിൽ അങ്ങനത്തെ എടുത്താൽ മാത്രമല്ലല്ലോ. അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. ഓക്കെ, പിന്നെ പക്ഷേ നമ്മൾ കാണുന്ന ചിലതുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള പ്രൊട്ടസ്റ്റുകൾ. അവിടെ അമേരിക്കൻ ജനത ആഹ്ലാദിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ പിണറായിലുള്ള ഒരു പ്രൊട്ടസ്റ്റാണ്. അധികാര കൊതിമൂത്ത പ്രാന്തൻ നായാണ്. ഞാൻ വിചാരിച്ച മധുരക്കെതിരെ SFIയോ, പിന്നെ മുദ്ര ശ്രദ്ധിച്ചപ്പോൾ ട്രംപ് എന്ന് എഴുതിയിരിക്കുന്നത്. ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അധികാരക്കൊതി മൂത്ത മധുറോനെ എണ്ണക്കൊതി മൂത്ത ട്രംപ് പുറത്താക്കിയെന്ന് പറഞ്ഞാലെങ്കിലും നമ്മൾ കൈയടിച്ചാണ്. അതാണ് മധുരോ. ഇവർക്ക് വെനസ്വേലന്റെ സ്ഥിതി അറിയില്ല, മധുരോ ആരായിരുന്നു എന്ന് അറിയില്ല, വെനസ്വേല എങ്ങനത്തെ കൺട്രി. അതുകൊണ്ടാണ് ആരിഫ് നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരമല്ല, നേരത്തെ ചോദ്യം എന്തിനപ്പോ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് ഇതുപോലുള്ള ആൾക്കാർ ബാനറും തൂക്കി വരും. അവർക്കുള്ള ഉത്തരമാണ് ഇതുവരെ നമ്മൾ 1 മണിക്കൂറായിട്ട് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ടീംസ് ഉണ്ട്, അവരെ ഞാൻ പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ഓക്കെ, ഫ്രീ പാലസ്തീനുകാരെ, അവർക്ക് ടീഷർട്ടൊന്നും ഇതുവരെ മധുരോന്റെ കിട്ടിയിട്ടില്ല. പക്ഷെ അവർ എന്താണ് ലാസ്റ്റ് വീക്ക് മുഴുവനും അവർ ഹമാസിനെ സപ്പോർട്ട് ചെയ്തു, ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് ഡിക്റ്റേറ്ററിനെ സപ്പോർട്ട് ചെയ്യണം, കാരണം ദിസ് ഇസ് ഓൾ ഇൻ എ സെയിം പാക്കേജ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഫേസ്ബുക്ക് അമേരിക്ക ഇസ്രായേലിന് ഇതിൽ പറയണില്ല, എന്തോ ഇസ്രായേൽ കഴിച്ചലായിരിക്കണം കേട്ടോ. ഇനിയിപ്പോ എന്തെങ്കിലും വരും, അമേരിക്ക കൊണ്ടുപോയ ഡ്രോൺ ഇസ്രായേൽ കൊടുത്താണ് എന്തെങ്കിലുമൊക്കെ കാണാൻ. നമ്മുടെ ഏതെങ്കിലും ആള് ഫേമസ് ആയാലും മനോരമ പറയല്ലോ, ആൾക്ക് പുട്ടും കടലയും കഴിക്കുന്നതായിരുന്നു ഇഷ്ടം എന്ന് കണ്ടുപിടിക്കും. അതുപോലെ ഇസ്രായേലിന്റെ എന്തെങ്കിലും ഒരു ബന്ധം അവർ കണ്ടുപിടിക്കും വൈകാതെ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. മധുരോന്റെ എൻഡ് ആയി, ഈ പരിപാടിയുടെ അവസാനമായി, രണ്ടും കഴിഞ്ഞു. എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട്, ഈ മധുര തലത്തേക്കണ എണ്ണ ഏതാണോ? ഇത്രയും പ്രായവും വയസ്സൊക്കെ ആയിട്ടും മുടിയൊന്നും കൊഴിയില്ല, എന്തായിരിക്കും അത് ഇങ്ങനെ? ഇനി അവിടുത്തെ ക്രൂഡ് ഓയിലായിരുന്നു ഇയാൾ തലയിൽ തേച്ചത്. അത് അവർക്ക് ജസ്റ്റ് ഇങ്ങനെ കോരിയാല് ക്രൂഡ് ഓയിൽ കിട്ടും, അതായിരിക്കും. അയാളുടെ സൂപ്പർ ഹീറോന്റെ പേര് തന്നെ സൂപ്പർ മസ്റ്റാഷ്. ഹിസ് സോ പ്രൗഡ് ഓഫ്. അതെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.